തുടങ്ങാം. ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാമയസ്തദ നാരദോ തജ്ഞജിത്യൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശുഭ അശുഭ സ്ഥാനങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഗോശാല എടുത്തില്ല, അത് തൊട്ട് മുമ്പ് വരെ എടുത്തു. ഗോശാലയാണ് അടുത്തായിട്ട് എടുക്കാനുള്ളത്. പ്രസന്റ് ചെയ്യാം. ഗോശാല, അത് ഗോശാലയ്ക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആകാവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഗോശാല ഗോശാല എന്ന് പറഞ്ഞാൽ തൊഴുത്ത്. നമ്മുടെ വീടിന് വെളിയിലായിട്ടാണ് നമ്മൾ തൊഴുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ കിഴക്കുവശത്തും അതുപോലെ പടിഞ്ഞാറ് വശത്തും തെക്കുവശത്തും ഗോശാലയ്ക്ക് സ്ഥലമുണ്ട്. പക്ഷെ വീടിൻ്റെ വടക്കുവശത്ത് ഗോശാല പാടില്ല എന്നാണ്. വടക്കുവശത്ത് യാതൊരു കാരണവശാലും ഗോശാല വയ്ക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ചും അവിടെ ആ ഗോശാലയിലുള്ള ആ പശുക്കള് കാളകള് ഏതായാലും അതിന് അധികം കാലം ജീവൻ ഉണ്ടായില്ല. അതിന് പ്രയാസങ്ങളായിരിക്കും. അതായത് ഗോശാലയിലുള്ള വടക്കുവശത്ത് ഗോശാലയാണെങ്കിൽ ആ ഗോശാലയിൽ ഗോക്കൾ വാഴുകയില്ല എന്നാണ്. നമുക്ക് ഓരോ എടുക്കാം. ഇത് ഒരു വാസ്തുമണ്ഡലമാണ്. അതിൻ്റെ നമുക്ക് വെളിയിലായിട്ട് ഇത് പദങ്ങളായിട്ട് നമുക്കറിയാം, 32 പദങ്ങളായിട്ട്, ഓരോ വശവും 9 വീതം, അങ്ങനെ 32 പദങ്ങളായിട്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റ്, നോർത്ത് സൗത്ത്, ഈസ്റ്റ് വെസ്റ്റ്. ഈസ്റ്റ് മുകളിലും വെസ്റ്റ് താഴെയും വരും. ഇവിടെ കിഴക്കുവശത്ത് ഒന്നാമത്തെ ഈശപദമാണ്. ഈശപദത്തിൽ അവിടെ ഗോശാല പാടില്ല. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് പർജന്യപദമാണ്. അത് 2 പർജന്യപദത്തിൽ ഗോശാലയാകാം. അതുപോലെ ഇത് 9 ഭാഗിക്കുമാണ്. കിഴക്കുവശത്ത് ആ നീളത്തെ 9 ഭാഗിക്കുമ്പം 2 എന്ന് പറയുന്ന പർജന്യപദം, 3 എന്ന് പറയുന്നത് ജയന്തന്റെ പദം, അവിടെയാകാം. അവിടെ 4 എന്ന് പറയുന്നത് ഇന്ദ്രന്റെ പദം. അപ്പോൾ കിഴക്കുവശത്ത് 2, 3, 4, അതായത് പർജന്യപദം, ജയന്തന്റെ പദം, ഇന്ദ്രന്റെ പദം, ഈ 3 പദത്തിലും ഗോശാലയാകാം. ബാക്കിയുള്ളതൊന്നും കിഴക്കുവശത്ത് പാടില്ല. തെക്കുവശത്തേക്ക് വരികയാണെങ്കിൽ 10 എന്ന് പറയുന്നത് പൂഷാവിന്റെ പദമാണ് 10, അവിടെയാകാം. അതുപോലെ തന്നെ 11 എന്ന് പറയുന്നത് വിദധൻ, അവിടെയാകാം. 13 എന്ന് പറയുന്നത് യമൻ, ആ 13-ലാകാം. പിന്നെ 15 എന്ന് പറയുന്നത് ഭൃങ്കൻ. ഇത്രയും സ്ഥലമാണ് തെക്കുവശത്ത്. അതായത് 10 പൂഷാവ്, 11 വിദധൻ, 13 യമൻ, 15 ഭൃങ്കൻ. ഈ 4 സ്ഥലങ്ങളിലും തെക്കുവശത്ത് ഗോശാലയാകാം.
പടിഞ്ഞാറ് വശത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ദ്വാരപാലൻ അത് 18, അതുപോലെ 20 എന്ന് പറയുന്നത് പുഷ്പദന്തൻ 20, അതുപോലെ 23 എന്ന് പറയുന്നത് ശോഷൻ 23. ഈ 3 സ്ഥലങ്ങൾ, അതായത് ദ്വാരപാലൻ 18, പുഷ്പദന്തൻ 20, ശോഷൻ 23. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഗോശാലയാകാം. ഇതല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ഗോശാലയ്ക്ക് നല്ലതല്ല. നമുക്ക് നോക്കിയാൽ അറിയാം, വടക്കുവശത്ത് ഒരിടത്തും ഗോശാലയ്ക്ക് സ്ഥലം കാണിച്ചിട്ടില്ല. ആ നീല നിർത്തി കാണിച്ചിരിക്കുന്നിടത്തൊക്കെ ഗോശാലയാകാവുന്നതാണ്. അപ്പോൾ ആ വടക്കുവശത്ത് ഗോശാല പാടില്ല. കിഴക്കും തെക്കും പടിഞ്ഞാറും വശങ്ങളിൽ ഗോശാലയ്ക്ക് സ്ഥാനമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത്. ഇത് ക്ലിയർ ആയിരിക്കുന്നു. പുസ്തകത്തിലുള്ളതാണ്. പിന്നെ വരയ്ക്കണം ഉണ്ടെങ്കിൽ വരച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞൊന്ന് പറയുക. കഴിഞ്ഞൊരു പറയണം. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആദ്യം കഴിയുന്ന ഒരാൾ. സ്കെയിലൊന്നും വെച്ച് വരയ്ക്കാൻ നോക്കരുത്. ഫ്രീ ഹാൻഡ് ആയിട്ട് പെട്ടെന്ന് വരയ്ക്കുക. കഴിഞ്ഞു. കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പം ഇതാണ് ഗോശാലയുടെ സ്ഥാനങ്ങൾ. ഇനി അതിന് അതായത് ഇതിൽ തെക്ക് വശത്തുള്ള യമപദം, അത് 13ാമത്തെ, നമ്മൾ നേരത്തെ കണ്ടാണ് 13ാമത്തതാണ് യമപദം. ആ യമപദം പോത്ത്, എരുമ എന്നിവയ്ക്ക് മാത്രമേ അനുയോജ്യമായിട്ടുള്ളൂ പല ബുക്കുകളിലും പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യാലയത്തിൽ പറയുന്ന കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഇത് പൊതുവെ പല വാസ്തുഗ്രന്ഥങ്ങളിലും യമപദത്തിൽ, അതായത് യമന്റെ പദം, അതായത് 13ാമത്തെ പദമാണ്. അതായത് തെക്കുവശത്തായിട്ട് മധ്യമായിട്ട് വരും. അവിടെ പോത്തും എരുമയ്ക്ക് മാത്രമേ ആകാവൂ, മറ്റ് പശുക്കൾക്കും കാളകൾക്കും അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നേരെ വിപരീതമായിട്ടാണ് മനുഷ്യാലയത്തെ പറയുന്നത്. അത് യമപദം എന്ന് പറഞ്ഞാൽ 13ആണ്. ആ 13ൽ പോത്തും എരുമയ്ക്ക് മാത്രമേ അനുയോജ്യമായിട്ടുള്ളൂ. അതുപോലെ മനുഷ്യാലയത്തിൽ പറയുന്നത് ഭൃംഗപദവും ശോഷപദവും പോത്തുകൾക്കും, അതുപോലെ യമപദം കാളകൾക്ക് അനുയോജ്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇത് മനുഷ്യാലയത്തിൽ പറയുന്നതാണ്. മനുഷ്യാലയത്തിൽ പറഞ്ഞ യമപദം പക്ഷെ യമപദം പോത്തിനും എരുമയ്ക്കും അനുയോജ്യമായിട്ടുള്ള പല വാസ്തുഗ്രന്ഥങ്ങളിലുണ്ടെങ്കിലും മനുഷ്യാലയന്ത്രയിൽ യമപദം കാളകൾക്ക് അനുയോജ്യമാണെന്ന് പറയുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് ഭൃംഗപദം എന്ന് പറഞ്ഞാൽ 15, ശോഷപദം എന്ന് പറഞ്ഞാൽ 23. അപ്പോൾ 15 ഭൃംഗപദവും 23 ശോഷപദവും പോത്തുകൾക്കും, അതുപോലെ യമപദം എന്ന് പറഞ്ഞാൽ 13ആണ്. 13 യമപദം കാളകൾക്കും അനുയോജ്യമാണ്. ഇത് മനുഷ്യാലയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗോശാലയ്ക്ക് ഉത്തമമായ യോനി ഗജവും വൃഷഭവുമാണ്. ഗജം, വൃഷഭം. അതുപോലെ തന്നെ വേറൊരു ഇതുള്ളത്, ഗോശാലയ്ക്ക് യാതൊരു കാരണവശാലും സിംഹയോനിയിൽ ഗോശാല ഉണ്ടാക്കാൻ പാടില്ലെന്നാണ്. ഗോശാലയ്ക്ക് ഏറ്റവും ദോഷകരമായ യോനിയാണ് സിംഹയോനി, അതായത് അധമ യോനി. ഗോശാലയ്ക്ക് അധമ യോനിയാണ് സിംഹം. ഇത് എഴുതി കാണുന്നതായിരിക്കുന്നു. അതിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ. ഇനി ഇതിപ്പോൾ സാധാരണ നമ്മൾ ആദ്യം നമ്മുടെ മഹാക്ഷേത്രത്തിൽ, ആ മഹാക്ഷേത്രത്തിന് നമ്മൾ 9ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും വലിയ പിശാച വീതി, ഏറ്റവും ഉള്ളിലുള്ള ബ്രഹ്മവീതി, ഏറ്റവും വെളിയിലുള്ള പിശാച വീതി, അങ്ങനെ 9 വീതികളായിട്ട് നമ്മൾ ഭാഗത്ത് നമുക്ക് ഓർമ്മ കാണും. അതായത് മഹാക്ഷേത്രത്തിന്. അപ്പൊ അങ്ങനെ മഹാക്ഷേത്രത്തിലാണ് നമ്മൾ ഗോശാല ചെയ്യുന്നതെങ്കിൽ പിശാച വീതിയിൽ ഗോശാല പാടില്ല. പിശാച വീതി തൊട്ടകത്തുള്ള ദേവവീതിയിലാണ് ഏറ്റവും നല്ലത്. അതായത് പിശാച വീതി ഒഴിവാക്കി ദേവവീതിയിൽ വരുന്ന ആ ബാഹ്യം വെളിയിലുള്ള, അതായത് ഏറ്റവും വെളിയിലല്ല, പിശാച വീതി എല്ലാവരും തൊട്ട് മുമ്പ് വരുന്ന പദത്തിൽ ഗോശാലയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ചെറിയ പുരടത്തൊന്നുമല്ല, വലിയ മഹാക്ഷേത്രത്തിൽ ഗോശാലയ്ക്ക് സ്ഥലം കാണേണ്ടത് ഇങ്ങനെയാണ്, ദേവവീതിയിലാണ്. അടുത്ത കുളത്തിന്റെ സ്ഥാനം. സാറേ, ഒരു സംശയം. പറയൂ. എൻ്റെ പേര് രമേഷ് കുമാർ. ഈ ഗോശാലക്ക് നമ്മള് ചുറ്റെടുക്കുമ്പോൾ പുറം ചുറ്റാണോ അല്ല ഉൾചുറ്റാണോ എടുക്കുന്നത്? അല്ല, ഗോശാലയ്ക്കൊക്കെ പുറം ചുറ്റാണ് എടുക്കേണ്ടത്. അതെ, ഓക്കെ സാർ. അതിന്റെ വെളിയിലത്തെ ചുറ്റാണ് എടുക്കേണ്ടത്. ശരി സാർ. സാറേ, മുൻപത്തെ സ്ലൈഡ് ഒന്ന് ഇടാവോ? മുൻപത്തെ സ്ലൈഡ് ഒന്ന് ഇടാവോ? ഇതാണോ? അതെ.
കഴിഞ്ഞോ? ഹലോ, അത് വേണം ഇടമെന്ന് പറഞ്ഞ് കഴിഞ്ഞോ? കഴിഞ്ഞു സർ, കഴിഞ്ഞു. അടുത്ത കുളമാണ്. കുളത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വടക്ക് കിഴക്കാണ്, നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഉത്തമമാണ്, ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് വടക്ക് കിഴക്കാണ്. അത്യുത്തമം വടക്ക് കിഴക്ക്, ഉത്തമം വടക്ക് വശം, മധ്യമമായിട്ടുള്ളത് പടിഞ്ഞാറ് വശം. ഭാഗ്യം നല്ലതല്ല. കുളത്തിന് ഏറ്റവും മോശമായ സ്ഥലം സൗത്ത് ഈസ്റ്റ് ആണ്, അഗ്നിമൂലയാണ്. അത് നമ്മൾ പിന്നെ സ്ഥാനം വെച്ച് പറയുമ്പോൾ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അത് നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കുളത്തിന്, അത്യുത്തമം നോർത്ത് ഈസ്റ്റ്. അവിടെ ഒരു പച്ച നിറത്തിലുള്ള ഒരു ടിക്കറ്റുണ്ട്. പച്ച നിറത്തിൽ ടിക്ക് കാണുന്ന നോർത്ത് ഈസ്റ്റിലാണ് കുളത്തിന് ഏറ്റവും അത്യുത്തമമായ സ്ഥലം. പിന്നെ ഉത്തമമായിട്ടുള്ള സ്ഥലം അത് നോർത്താണ്. നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും നല്ല സ്ഥലം നോർത്താണ്. അവിടെ ഒരു പിങ്ക് കളറിൽ ഒരു ഇൻഡു ഇട്ടിട്ടുണ്ട്, അല്ല ഒരു ടിക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഉത്തമമായ സ്ഥലമാണ്. ഇനി മധ്യമമായ സ്ഥലം വെസ്റ്റാണ്, പടിഞ്ഞാറിൻ്റെ മധ്യം. മധ്യമം വെസ്റ്റ്, കറുത്ത നിറത്തിൽ ടിക്ക് ഇട്ടിട്ടുണ്ട്. മധ്യമമാകാം, പക്ഷേ പടിഞ്ഞാറിൻ്റെ മധ്യത്തിൽ അത് മധ്യമമാണ്. ഇനി ഏറ്റവും ദോഷമായിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയാണ്. ഏറ്റവും ദോഷം സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂല. അവിടെ ചുവന്ന നിറത്തിലൊരു ഇഞ്ചു വന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും മോശമായ സ്ഥലമാണ്. ബാക്കിയുള്ള ഈസ്റ്റില്, മധ്യഭാഗത്ത്, അതുപോലെ നോർത്ത് വെസ്റ്റില്, സൗത്ത് വെസ്റ്റില്, ഈ ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ പിന്നെ കുളത്തിന് ഒരു നല്ലതെന്ന് പറയാൻ ഒക്കില്ല. പക്ഷെ പിന്നെ ഇത്രയും ഈ വടക്ക് കിഴക്കും വടക്കും പടിഞ്ഞാറും വരുന്ന ആ ഗുണമില്ല. അതുപോലെ സൗത്ത് ഈസ്റ്റ് വരുന്ന ദോഷമില്ല, അത്രയും ദോഷമില്ല. ഇപ്പൊ സൗത്ത് വെസ്റ്റ് അവിടെ ഒരു ഇൻഡു ഇട്ടിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറിലുള്ള ഇൻഡു ആണ്. അത് ദോഷമാണ്, പക്ഷെ സൗത്ത് ഈസ്റ്റിന്റെ അത്രയും ദോഷമില്ല. സൗത്ത് വെസ്റ്റ്, അതുപോലെ തന്നെ സൗത്ത്, മിഡിൽ ഓഫ് സൗത്ത്, അതുപോലെ സെന്റർ, ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇപ്പൊ ഈ നമ്മളിപ്പോ സെന്ററിലൊക്കെ പറഞ്ഞ് വീടിന്റെ സെന്ററിൽ കൊണ്ട് ആരും കുളം വയ്ക്കില്ല. പക്ഷെ പുരയിടത്തിന്റെ മധ്യഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഈവൻ സ്വിമ്മിംഗ് പൂൾ, പുരയിടത്തിന്റെ ഒരു വീടിനകത്ത് ചില വീടുകളിലൊക്കെ, വലിയ വീടുകളിലൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ സ്വിമ്മിംഗ് പൂൾ വരുന്ന ടോട്ടൽ ഇതിന്റെ പിന്നെ ഏത് ഭാഗത്താണ് നോക്കണം. അപ്പൊ അത് ദോഷമായ ഭാഗത്താണെങ്കിൽ നല്ലതല്ല. അപ്പൊ ചിലപ്പോൾ സെന്ററിലൊക്കെ വരാം. ടോട്ടൽ ഇതിന്റെ സെന്ററിൽ ആ വീടിന്റെ സെന്റർ അല്ല, ടോട്ടൽ വാസ്തുമണ്ഡലത്തിന്റെ മധ്യഭാഗം എടുക്കുക. സെന്റർ എടുക്കുമ്പോൾ അതിനകത്ത് കുളം അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ വന്നാൽ ദോഷമാണ്. ഈ കുളത്തിനുള്ള എല്ലാം സ്വിമ്മിംഗ് പൂളിനും ബാധകമാണ്. അതുപോലെ അഗ്നികോൺ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്, തെക്കിന്റെ മധ്യം, നിര്യർതികോൺ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, വായുകോൺ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്, പിന്നെ മധ്യഭാഗം അല്ലെങ്കിൽ സെന്റർ. ഈ ഭാഗങ്ങൾ ഒഴികെ മറ്റേത് ഭാഗത്തും കുളമാകാമെന്ന് പിന്നെ മനുഷ്യാലയേന്ദ്രിയം പറയുന്നുണ്ട്. അഗ്നികോണി പാടില്ല, തെക്കിന്റെ മധ്യത്ത് പാടില്ല, നിര്യർതികോൺ അല്ലെങ്കിൽ കന്നിമൂലയെ പാടില്ല, വായുമൂലയെ പാടില്ല, മധ്യം അല്ലെങ്കിൽ സെന്റർ, അതായത് ബ്രഹ്മസ്ഥാനത്ത് പാടില്ല. ഇതൊഴികെ മറ്റേത് ഭാഗത്ത് കുളമാകാമെന്ന് മനുഷ്യാലയേന്ദ്രിയം പറയുന്നുണ്ട്. കിഴക്ക് ഭാഗത്തുള്ള കുളം അത് ആൺകുട്ടികൾക്ക് ദോഷമാണെന്ന് പറയുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ദോഷം ചെയ്യും. ഇത് പറഞ്ഞിരിക്കുന്നത് ഭർഗൻ, വസിഷ്ഠൻ തുടങ്ങിയ പിന്നെ ഇത് മഹർഷിമാരാണ്. അവർ പറഞ്ഞിട്ടുള്ളതാണ് കിഴക്ക് ഭാഗത്തുള്ള കുളം ആൺകുട്ടികൾക്ക് ദോഷം ചെയ്യും. ഈ പഠിപ്പുരയ്ക്ക് ഗേറ്റ് എന്ന് പറയും. ഇപ്പൊ ഇത് നോട്ട് ചെയ്ത് കാണുന്ന വിചാരിക്കുന്നു. അടുത്ത പഠിപ്പുരയിലേക്ക് പോവാണ്. ഗേറ്റിനും നമ്മൾ പദമായിട്ടാണ് എടുക്കുന്നത്. പദമായിട്ട് എടുക്കുമ്പോൾ പുരയിടത്തിന്റെ ഏറ്റവും വെളിയിലത്തെ ഭാഗം നമുക്ക് പുരയിടത്തിന്റെ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറാനുള്ള ഗേറ്റ് വരാം. മിക്കവാറും പുരയിടത്തിന്റെ അതിന്റെ അതിർത്തിയിലായിരിക്കും ഗേറ്റ് വരുന്നത്. അതിപ്പോ ഇതിങ്ങനെ നമ്മുടെ പുരയിടത്തിന്റെ അതിർത്തിയാണെന്ന് കേട്ടോ. 4 വശം, ബ്ലാക്കിൽ കാണുന്ന 4 വശം. അപ്പൊ അതിനെ നമ്മൾ പദങ്ങളാക്കുന്നു. ഓരോ വശവും 9 ഭാഗിക്കുന്നു. നോർത്ത്, സൗത്ത്, മുകളിൽ ഈസ്റ്റും താഴെ വെസ്റ്റും. 1, 2, 3.
32 ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ പടിപ്പുര അല്ലെങ്കിൽ ഗേറ്റ് ആകാവുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ മഞ്ഞല്ല നീല നടത്തി കഴിഞ്ഞാൽ 3, 4. അത് ജയന്തന്റെ 3, ഇന്ദ്രൻ 4. കിഴക്ക് വശത്ത് ഏറ്റവും നല്ലത് പടിപ്പുര അല്ലെങ്കിൽ ഗേറ്റിന് ഏറ്റവും നല്ലത് 3, 4 മറ്റേ 2 മഞ്ഞ നടത്തി കഴിഞ്ഞാൽ പിന്നെ പറയാം. പടിപ്പുരയ്ക്ക് അല്ലെങ്കിൽ ഗേറ്റിന് കിഴക്ക് വശത്ത് ഏറ്റവും നല്ലത് 3, 4 അത് 9 കിഴക്ക് വശത്ത് നീളത്തെ 9 ഭാഗിച്ചാൽ 3ാമത്തെ 4ാമത്തെ ഭാഗത്ത് ഗേറ്റ് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ തെക്ക് വശത്തോട്ട് വന്നു കഴിഞ്ഞാൽ 12ാമത്തത്, അതായത് ഗൃഹക്ഷതനാണ് 12, അത് നല്ലതാണ്. അതുപോലെ പിന്നെ 13 യമൻ നല്ലതല്ല. പിന്നെ 14ാമത്തത് ഗന്ധർവൻ നല്ലതാണ്. അതുപോലെ താഴെ, അതായത് പടിഞ്ഞാറ് വശത്ത് വന്നു കഴിഞ്ഞാൽ 19, അതായത് സുഗ്രീവൻ 19 നല്ലതാണ്. 20 എന്ന് പറയുന്നത് പുഷ്പദന്തൻ 20 നല്ലതാണ്. ഇനി വടക്ക് വശത്തോട്ട് വന്നു കഴിഞ്ഞാൽ 27 എന്ന് പറയുന്നത് മുഖ്യൻ 27 നല്ലതാണ്. അതുപോലെ 28 എന്ന് പറയുന്നത് ഭല്ലാട് 28. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ പിന്നെ പടിപ്പുര അല്ലെങ്കിൽ ഗേറ്റ് നല്ലതാണ്. ഇത് മെയിൻ ഗേറ്റിനാണ്. ഇനി ഒരു സബ് ഗേറ്റ് കൊണ്ടുവരില്ല. അത് ഒരു നമ്മളൊരു വലിയ ഗേറ്റ് കാറുകൾ കയറാനും ഒരു ചെറിയ ഗേറ്റ് ആളുകളൊക്കെ കയറാനൊക്കെ ഒരു ചെറിയ ഗേറ്റ് ചിലപ്പോൾ ഇടും. അപ്പോൾ അതിന് ഉപഗേറ്റ് ഉപദ്വാരം എന്നൊക്കെ പറയും, ഉപദ്വാരം. അപ്പോൾ അങ്ങനെ ചെറിയ ഗേറ്റ് ഇടുകയാണെങ്കിൽ അതിന് നമുക്ക് കിഴക്ക് വശത്ത് ഈ 3, 4 അവിടെ ഏതുതരം ഗേറ്റിനോടാകാം, 2, 7 കൂടെ ആകും. അത് മെയിൻ ഗേറ്റിന് 2, 7 പാടില്ല. പ്രധാന ഗേറ്റായിട്ടുള്ളതിന് വാഹനങ്ങളൊക്കെ കയറുന്ന വലിയ ഗേറ്റിന് 2, 7 പാടില്ല. പക്ഷെ ചെറിയൊരു ഗേറ്റ് ഇടുകയാണെങ്കിൽ അത് 2, 7 ആകാം. അത് കിഴക്ക് വശത്താണ് 2, 7. തെക്ക് വശത്താണെങ്കിൽ 10, 15, 10 ആകാം, 15 ആകാം, 2 ആകാം. പടിഞ്ഞാറ് വശത്താണെങ്കിൽ 18, 23. വടക്ക് വശത്താണെങ്കിൽ 32. ആ മഞ്ഞ നിറത്തെ കാണിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഗേറ്റ് ആകാം. അത് പടിപ്പുര, അത് ഉപദ്വാരം. അതിൻ്റെ മെയിൻ ഗേറ്റ് അല്ല, അടുത്ത സൈഡ് ഗേറ്റ് എന്ന് പറയുന്ന പോലെ. ഇതില് 4, 12, 20, 28 എന്നീ പദങ്ങളാണ് പ്രധാന പടിപ്പുരയ്ക്ക് ഉത്തമം. നേരത്തെ നമ്മൾ കാണിച്ചതാണ്. 4, അതായത് ഇതെല്ലാം നോക്കാം, അതൊന്നുകൂടെ നോക്കാം. ഇവിടെ നോക്കുക, കിഴക്ക് വശത്ത് നോക്കുക. കിഴക്ക് വശത്ത് ഏറ്റവും ഇടത്തെ അറ്റത്ത് നിന്ന് വലത്തോടെ എടുക്കുമ്പോൾ 4ാമത്തെ ഭാഗം 1, 2, 3, 4 ഇതാണ് ഏറ്റവും ഉത്തമം. 3, 4 ഉത്തമമാണെങ്കിലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 4ആണ്. തെക്ക് വശത്ത് നോക്കുക, 9, 10, 11, 4ാമത്തെ 12ആണ്. ഈ 4ാമത്തെ സ്ഥാനമായ 12ആണ് തെക്ക് ഭാഗത്ത് ഏറ്റവും നല്ലത്. അതുപോലെ പടിഞ്ഞാറ് വശത്താണെങ്കിലും 17, 18, 19, 20ആണ് 4ാമത്തെ സ്ഥാനം. അപ്പോൾ ഈ 4ാമത്തെ സ്ഥാനമായ 20ആണ് പടിഞ്ഞാറ് വശത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വടക്ക് വശത്താണ് 25, 26, 27, 28ആണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം. അപ്പോൾ കിഴക്ക് വശത്ത് 4, തെക്ക് വശത്ത് 12, പടിഞ്ഞാറ് വശത്ത് 20, വടക്ക് വശത്ത് 28. ഇത് 4 ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ്. പക്ഷെ ഈ സ്ഥാനം ഉദാഹരണത്തിന് കിഴക്ക് വശത്ത് ആകെ നീളം എടുത്തിട്ട് അതിനെ 9 ഭാഗിക്കുന്നതിൽ ഒരു ഭാഗമാണ് ഈ 3, 4 എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കൊരു ഗേറ്റ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് കാറും അതൊക്കെ സുഖമായിട്ട് ഈസി ആയിട്ടൊക്കെ വരണമെങ്കിൽ മിനിമം ഒരു 12 അടിയെങ്കിലും തൂണിന്റെ 2 തൂണുകളുടെ ഇടയ്ക്ക് വേണം. ഒരു 12 അടി ദ്വാരം വേണം. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് അത്രയും സ്ഥലം 12 അടി ഇല്ലാന്നിരിക്കട്ടെ. നമ്മൾ വലിയ വീതിയുള്ള വീട് പുരയിടമല്ല, കുറച്ച് വീതി കുറഞ്ഞ ആണ്. അതിനെ 9 ഭാഗിച്ചിട്ട് 3 മാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ 12 അടി കിട്ടിയില്ല എന്ന് വരും. പക്ഷെ ഗേറ്റ് 12 അടി വേണമെന്ന് വരും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് 4 ഏറ്റവും നല്ലത്. 4 മാത്രമായിട്ട് 12 അടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 3 കൂടെ അതിൻ്റെ കൂടെ എടുത്ത് 3, 4 ആയിട്ട് എടുക്കാം. പക്ഷെ അത് ഫസ്റ്റ് ചോയ്സ് 4 മാത്രം എടുക്കുന്നതാണ്. 4 മാത്രം എടുക്കുമ്പോൾ ആവശ്യത്തിന് ഉള്ള സ്പേസ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള അതിനുള്ള ഇത് കിട്ടിയില്ലെങ്കിൽ 4ൻ്റെ കൂടെ 3, 4 എടുക്കാം. അതേസമയം ഇതേ നിയമമാണ് പടിഞ്ഞാറും വടക്കും. പടിഞ്ഞാറും നമുക്ക് ഏറ്റവും നല്ലത് 20ആണ്, 4ാമത്തെ സ്ഥാനം. 17, 18, 19, 20ആണ് 4ാമത്തെ സ്ഥാനമാണ് ഏറ്റവും നല്ലത്. 20 മാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി 20 മാത്രം കൊണ്ട് ആവശ്യത്തിന് തികഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഗേറ്റിന്റെ ആവശ്യത്തിന് വന്നില്ലെങ്കിൽ 19, 20 കൂടെ ഒരുമിച്ചെടുക്കാം. 3, 4 കൂടെ എടുക്കാം. കിഴക്ക് വശം നമ്മൾ എടുത്ത പോലെ 3, 4 എടുത്ത പോലെ ഇവിടെയും 3ാമത്തെ 4ാമത്തെ കൂടെ എടുക്കാം. വടക്ക് വശത്താണല്ലോ അതേ നിയമം തന്നെ. അവിടെ നമുക്ക് 4 എന്ന് പറഞ്ഞാൽ 28ആണ്. അപ്പോൾ ഏറ്റവും ഉത്തമമായ സ്ഥാനം 28ആണ്. ഗേറ്റിന്റെ വടക്ക് വശത്ത് 28 എന്ന് പറയുന്ന സ്ഥാനമാണ് ഏറ്റവും ഉത്തമം. അതായത് ഭല്ലാടത്തെ സ്ഥലം, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി ആ 28 കൊണ്ട് മാത്രം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുമ്പോൾ 3, 4 27, 28 കൊടുക്കാം. ആ രണ്ടിടത്തും കൂടെ ചേർത്ത് ഗേറ്റ് വയ്ക്കാം.
ഇതാണ് 4 വശത്ത് ഗേറ്റ്. ഇനി തെക്ക് വശത്താണ് ഈ വ്യത്യാസം. തെക്ക് വശത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 4ാമത്തെ സ്ഥാനം 12ആണ്. അതാണ് ഏറ്റവും ഉത്തമം. തെക്ക് വശത്ത് ഏറ്റവും ഉത്തമമായ സ്ഥാനം 12ആണ്. പക്ഷെ 12ഉം 11ഉം കൂടെ എടുക്കാം. മറ്റിടത്തൊക്കെ എടുത്താൽ 4ഉം 3ഉം, അതായത് 12ഉം 11ഉം കൂടെ എടുക്കാൻ പാടില്ല. 11ൽ ഗേറ്റ് വരാൻ പാടില്ല തെക്ക് വശത്ത്. പിന്നെ അതുപോലെ തന്നെ 13, ഇന്ദ്രന്റെ സ്ഥാനമായ 13 എന്ന് പറയുന്നത് അവിടെ തൂണ് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഗേറ്റിന്റെ തൂണ്. അപ്പൊ സാധനം ചെയ്തെന്ന് വെച്ചാൽ 12ഉം 13ഉം 14ഉം കൂടെ ഒരുമിച്ചെടുത്ത് അവിടെ ഗേറ്റ് വെക്കും. ഗേറ്റിന്റെ തൂണ്, ഒരു തൂണ് 12ലായിരിക്കും, ഒരു തൂണ് 14ലും ആയിരിക്കും. അത് കിഴക്ക് വശത്തെ തൂണ് 12ലും പടിഞ്ഞാറ് വശത്തെ തൂണ് 14ലും ആയിരിക്കും. 13ൽ തൂണ് വരാൻ പാടില്ല. ഇന്ദ്രന്റെ പദമായ 13ൽ ഗേറ്റിന്റെ തൂണ് വരുന്ന വളരെ ദോഷമാണ്. അപ്പം നമ്മൾ തെക്ക് വശത്ത് 4ാമത്തെ സ്ഥാനമായ 12ഉം 6ാമത്തെ 4 കഴിഞ്ഞ് 5 13 നമുക്കില്ല, 6ാമത്തെ സ്ഥാനമായ 14. അപ്പൊ ഇത് രണ്ടും ആണ് നല്ലത്. അപ്പൊ ഇതിനിടയ്ക്കാണ് 13 കിടക്കുന്നത്. അപ്പൊ 13ഉം ഇത് 3ഉം കൂടെ ചേർത്ത് ഗേറ്റ് ചെയ്യാമെന്ന് വാസ്തവത്തിൽ പറയുന്നുണ്ട്. 12ഉം 13ഉം 14ഉം കൂടെ. പക്ഷെ യാതൊരു കാരണവശാലും 13ൽ തൂണ് വരാൻ പാടില്ല. ഗേറ്റിന്റെ തൂണ് വരുന്നത് 12ലോ 14ലോ ആയിരിക്കും. ആ രണ്ടിടത്തും വരാം. 12ൽ തൂണും 14ൽ തൂണും വെച്ചിട്ട് 12ഉം 13ഉം 14ഉം കൂടെ ചേർത്ത് ഗേറ്റ് വരാം. അപ്പോൾ ഇതാണ് ഗേറ്റിന്റെ സ്ഥാനങ്ങൾ. അതെല്ലാവർക്കും ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ആർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗേറ്റിന്റെ സാർ ഇത് ഏത് ഗ്രന്ഥത്തിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്? പടിപ്പുരയെ പറ്റി ഇത് പിന്നെ മയമതത്തിൽ പറയുന്നുണ്ട്, പടിപ്പുരയുടെ സ്ഥാനങ്ങൾ. പിന്നെ ബൃഹസമിതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതായത് ഞാൻ ഇത് എടുത്തിരിക്കുന്ന അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഇവിടെ വാസ്തുവിദ്യാ ഗുരുവിൽ ആറന്മുള അവരുടെ ഇതിലും പറയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് അതാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 4, 12, 20, 28 ഇത് 4ഉം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 4ാമത്താണ്. കിഴക്ക് വശത്തും തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും വടക്ക് വശത്തും ഇടത്തെ അറ്റത്തുനിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4ാമത്തെ സ്ഥാനം ഈ 4ഉം 12, 20, 28 ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, പ്രധാന പടിപ്പുരയ്ക്ക് ഉത്തമമായിട്ടുള്ളത്. പിന്നെ ഇത് 2, 7, 10, 15, 18, 23, 32 എന്നീ പദങ്ങൾ ഉപദ്വാരങ്ങൾക്ക്, അത് മെയിൻ കഥകിനല്ല, ഉപദ്വാരങ്ങൾക്ക് നല്ലതാണ്. പിന്നെ 4 കോണുകളും ഗേറ്റിന് അശുഭമാണെന്നും ദിക്കുകളിൽ കൂടി അല്ലാതെ വിദിക്കുകളിൽ കൂടിയുള്ള പ്രവേശനം നല്ലതല്ലെന്നും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അത് ഏറ്റവും മൂല ചേർത്ത് ഗേറ്റ് വരാൻ പാടില്ല. നമ്മൾ തൂണിലെ ഒരു തൂണ് മൂലക്കോട്ട് വരുന്ന തൂണ് ഏറ്റവും മൂലയ്ക്ക് ഒരു തൂണ് കൊണ്ട് വയ്ക്കാൻ പാടില്ല. കുറച്ചെങ്കിലും സ്പേസ് ഒരു മതിൽ വന്നിട്ട് ഗേറ്റ് വയ്ക്കാവൂ. ഒരിക്കലും മൂല ചേർത്ത് ഗേറ്റ് വരാൻ പാടില്ല. അതാണ് 4 കോണുകളും ഗേറ്റിന് അശുഭമാണ്. ദിക്കുകളിൽ കൂടി അല്ലാതെ വിദിക്കുകളിൽ കൂടിയുള്ള പ്രവേശനം, അതായത് കോണുകളിൽ കൂടിയുള്ള പ്രവേശനം നല്ലതല്ലെന്നും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞാണ് തെക്ക് വശത്ത് 5ാമത്തെ ഭാഗമായ യമപദത്തിൽ ഗേറ്റിന്റെ തൂണുകൾ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണത്. അതുകൊണ്ട് തെക്ക് വശത്തെ 4ാമത്തെ ഭാഗമായ ഗൃഹക്ഷത പദം ഗേറ്റിന്റെ തൂണുകൾ 4ഉം 6ഉം പാദങ്ങളിൽ ഗൃഹക്ഷതനും ഗന്ധർവനും ആയിട്ട് വെച്ചിട്ട് 4, 5, 6 കൂടെ ഒരുമിച്ച് ഗേറ്റായിട്ട് എടുക്കുക. 4ലും 6ലും തൂണ് വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അടുത്ത കിണറിന്റെയാണ്. കിണർ നമ്മൾ നേരത്തെ കുളം പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇത് നമ്മൾ രാശിയായിട്ടാണെങ്കിൽ മീനം, മേടം, കുംഭം. അപ്പൊ കുംഭം, മീനം, മേടം രാശികളാണ് കിണറിന് ഏറ്റവും നല്ലത്. അപ്പൊ ഈ 3 സ്ഥലവും ഏറ്റവും നല്ലതാണ്. അത് അല്ലെങ്കിൽ പിന്നെ ഒരു ഇത് വെക്കാവുന്നത്, നമുക്ക് മറ്റേ ദിശ വെച്ച് നോക്കിയിട്ട് പടിഞ്ഞാറ് വശത്തെ 3ആയിട്ട് ഭാഗിച്ചിട്ട് മധ്യം, അതായത് പിന്നെ ഇത് വരുടന്റെ ഭാഗമായ ആ മധ്യം എടുത്തു കഴിഞ്ഞാൽ അതും പിന്നെ ഉത്തമം എന്ന് പറയാൻ ഒക്കില്ല, മധ്യമമാണ്. പടിഞ്ഞാറിന് ഇതിപ്പോ മീനം മേടവുമാണ് ഏറ്റവും നല്ലത്. കുംഭമാകാം. കുംഭം എന്ന് പറഞ്ഞാൽ മീനവും മേടവും അത്യുത്തമമാണ്, കുംഭം ഉത്തമമാണ്, പടിഞ്ഞാറിന്റെ മധ്യം വരുന്നത് മധ്യമമാണ്. കുംഭം, മീനം, മേടം രാശികളാണ് ഉത്തമമായിട്ടുള്ളത്. അതാണ് കിണറിൻ്റെത്. പദങ്ങളായിട്ടാണെങ്കിൽ
അന്തരീക്ഷൻ 8ാമത്തെ പദം, വരുണൻ 21ാമത്തെ പദം, ആപൻ എന്ന് പറയുന്നത് 33, അത് 32 ഇവിടെ കാണിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലോട്ട് വരും 33 എന്ന് പറയുന്നത് ആപൻ. ആപവത്സൻ അതും 30 തൊട്ടടുത്ത് തന്നെ 37, അത് ഉള്ളിലോട്ട് വരും. 31, 32 കാണിക്കുന്നതിന് ഉൾഭാഗത്തായിട്ട് 33 ആപനും 34 ആപവത്സനും. ഒന്നാമത്തെ പുസ്തകത്തിൽ നോക്കിയാൽ കാണാം. ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് 40, ഏതാണ്ട് നമുക്ക് പിന്നെ തെക്ക് പടിഞ്ഞാറ് അടുത്തായിട്ട് വരും, കന്നിമൂലയ്ക്ക് അടുത്തായിട്ട് വരും. എന്നീ പദങ്ങൾ കിണറിന് ശുഭമാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ ചില കാണുന്നുണ്ട്. പക്ഷെ ഇതില് ഈ അന്തരീക്ഷൻ 8 എന്ന് പറയുന്നത് അതിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് അവിടെ കൊടുക്കാതിരിക്കുന്നതാണ് പൊതുവെ. ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞുണ്ടെങ്കിലും പൊതുവായിട്ട് 8 എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് വരുന്നതുകൊണ്ട് നല്ലതല്ല. വരുണൻ 21 കാരണം നമുക്ക് മധ്യമത്തിലാകാം, പടിഞ്ഞാറിന്റെ മധ്യമത്തിലാകാം. ആപൻ 33, ഇത് അത് നോർത്ത് ഈസ്റ്റ് വരും, ഉള്ളിലായിട്ട് നോർത്ത് ഈസ്റ്റിലായിട്ട് വരും 33, 34. അപ്പൊ അത് അടുത്ത് നോക്കാം. ഇതാണ് രണ്ടെണ്ണം. അതായത് പിന്നെ 33 എന്ന് പറയുന്നത് ആപൻ, 34 എന്ന് പറയുന്നത് ആപവത്സൻ. അതുപോലെ കന്നിമൂലയുടെ ഭാഗത്ത് നോക്കുക. 40 എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത്, 40 എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത്. അപ്പൊ ഈ മഞ്ഞ നിറത്തി കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആകാമെന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ 33, 34 നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് ഓക്കെ. പക്ഷെ 8 എന്ന് പറയുന്നത് സാധാരണ കൊടുക്കാറില്ല. കാരണം അത് ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അത് അഗ്നിമൂലയുടെ അടുത്തായിട്ട് വരുന്നുണ്ട്. 8 നമുക്ക് നോക്കിയാൽ കാണാം, 7, 8, 9 കണ്ട് അഗ്നിമൂലയുടെ ഇത് വരും. അപ്പൊ അതുകൊണ്ട് അവിടെ നല്ലതല്ല. 40 എന്ന് പറഞ്ഞാൽ കന്നിമൂലയായിട്ട് അടുപ്പിച്ച് വരും, അതുകൊണ്ട് അത് നല്ലതല്ല. ഈ 5 പദങ്ങളിൽ അന്തരീക്ഷ പദം ഒഴിച്ച് മറ്റ് 4 പദങ്ങളിൽ ഉത്തമമാണെന്ന് മനുഷ്യാലയത്തിലേക്ക് പറയുന്നുണ്ട്. എന്നാൽ അന്തരീക്ഷ പദം അഗ്നിമൂലയിലായതുകൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ദ്രജിത് പദം കന്നിമൂലയിൽ വരുന്നത് കൊണ്ടും ഈ പദങ്ങളിൽ കിണർ വരാതിരിക്കുന്നതാണ് ശുഭം. കഴിയുന്നതും നമ്മൾ അഗ്നിമൂലയും അതുപോലെ കന്നിമൂലയും കിണറിന് ഒഴിവാക്കുക. പടിഞ്ഞാറിന്റെ മധ്യഭാഗം കിണറിന് ദൂഷ്യമല്ല, അത് മധ്യമമാണ്. പടിഞ്ഞാറിന്റെ അതായത് വരുണന്റെ ഭാഗം. നമുക്കറിയാം വരുണൻ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ദേവനാണ്. ജലത്തിന്റെ ദേവനായ വരുണന്റെ ഭാഗത്ത്, പടിഞ്ഞാറിന്റെ മധ്യഭാഗത്ത് കിണറിനാകാമെന്ന് പറയുന്നുണ്ട്. മധ്യമമാണ്, അത് മനുഷ്യാലയത്തിൽ പറയുന്നതാണ്. പടിഞ്ഞാറിന്റെ മധ്യഭാഗം കിണറിന് ദൂഷ്യമല്ല. പടിഞ്ഞാറ് ഭാഗത്തെ അതൊരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പടിഞ്ഞാറിന്റെ മധ്യത്തൊരു കിണർ വന്നാൽ, കിണർ എന്ന് പറഞ്ഞാൽ ഒരു കുഴിയാണ്. അപ്പൊ അത്രയും അവിടുത്തെ ഒരു വെയിറ്റ് കുറയും. അവിടെ മണ്ണൊക്കെ ഒരു കുറെ മണ്ണ് അവിടുത്തെ മാറ്റുമ്പോഴാണ് ഈ വെള്ളമൊക്കെ വരുന്നത്. അപ്പൊ അവിടെ വെയിറ്റ് കുറയുകയാണ്. പടിഞ്ഞാറ് വശത്ത് ശരിക്കും കിഴക്കിനേക്കാൾ പടിഞ്ഞാറ് വെയിറ്റ് കുറയുന്നത് നല്ലതല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് പടിഞ്ഞാറ് വശത്ത് അങ്ങനെ കുഴി ഒഴിച്ച് കിണർ വെച്ചാൽ സ്ഥാനം ഓക്കെയാണ്. പക്ഷെ അങ്ങനെ കുഴി ഒഴിച്ച് അവിടെ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിഴക്ക് വശത്ത് നമ്മൾ ഇത് പടിഞ്ഞാറ് വശത്ത് വെയിറ്റ് കുറയുകയാണ്, കിണർ നോക്കുമ്പോൾ വെയിറ്റ് കുറയുകയാണ്. അപ്പൊ അങ്ങനെ പടിഞ്ഞാറ് വശത്ത് വെയിറ്റ് കുറച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് കിഴക്ക് വശത്ത് നമ്മൾ പടിഞ്ഞാറ് വശത്ത് വെയിറ്റ് കൂടിയിരിക്കണം. അല്ലെങ്കിൽ അവിടെ തന്നെ പടിഞ്ഞാറ് വശത്തിന് അതിന് തൊട്ടടുത്ത് എന്തെങ്കിലും നല്ല വെയിറ്റുള്ള സാധനങ്ങൾ വയ്ക്കുകയോ, അല്ലെങ്കിൽ കിഴക്ക് വശത്ത് എന്തെങ്കിലും വെയിറ്റിനെ കുറയ്ക്കുകയോ, ഇതുപോലെ പടിഞ്ഞാറിനെ കുറയ്ക്കുന്നത് പോലെ കിഴക്ക് വശത്ത് എന്തെങ്കിലും കിഴക്ക് വശത്ത് നല്ലതല്ല, എന്തെങ്കിലും ആ വെയിറ്റിനെ അവിടെ കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം പടിഞ്ഞാറിനേക്കാൾ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം കൂടുതൽ കിഴക്ക് വശത്ത് നല്ലതല്ല, അല്ലെങ്കിൽ കിഴക്ക് വശത്തിനേക്കാൾ ഭാരം കുറവ് പടിഞ്ഞാറ് നല്ലതല്ല. അപ്പോൾ പടിഞ്ഞാറ് കുഴി വരുമ്പോൾ ഭാരം കുറയും. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഭാരം കുറയുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് വടക്കും ഭാഗങ്ങളിൽ കിണർ കുഴിക്കുന്നതിന് പ്രായോഗികമായി അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ പടിഞ്ഞാറ് ഭാഗത്ത് കിണറിന് സ്ഥലം നോക്കാവുന്നതാണ്. അത് നമ്മൾ വടക്ക് കിഴക്കാണ് ഏറ്റവും നല്ലത്, വടക്കും ആകാം. ഇവിടെ രണ്ടിടത്തും എന്തെങ്കിലും അസൗകര്യം ഉണ്ട്, വെള്ളമില്ലെന്നോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ പടിഞ്ഞാറിന്റെ മധ്യം നമ്മൾ നോക്കാവൂ. അല്ലെങ്കിൽ അവിടെ സ്ഥലം തികയത്തില്ലെന്നോ എന്തെങ്കിലുമൊക്കെ അവിടെ ചിലപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ പടിഞ്ഞാറിന്റെ മധ്യത്ത് കൊടുക്കാം. കിണറിന്റെ സ്ഥാനം കാണുമ്പോൾ ഭിത്തിവേദവും കർണവേദവും വരാൻ പാടില്ല. അത് പടം കാണണം. അതിൻ്റെ അതായത് ഭിത്തിവേദവും കർണവേദവും ഇല്ലാതെ വേണം കിണറിന്റെ സ്ഥാനം കാണാൻ. ഇത് ഈസ്റ്റ്, ഇത് നമ്മൾ 6 തിരിക്കുന്നു. ഇതാണ് കർണം. അതായത് കന്നിമൂലയിൽ നിന്ന് ഈശാന്യമൂലയുടെ കർണസൂത്രം എന്ന് പറയും. ആ കർണസൂത്രം ഈശാന്യമൂലയുടെ ഭാഗത്ത് വെളിയിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് വേദിക്കാൻ പാടില്ല കിണർ.
അതായത് ഇത് ഭിത്തി ഭേദമാണ്. വടക്ക് വശത്തെ ഭിത്തി നമ്മൾ മുകളിലോട്ട് മാറ്റുന്നു, അതുപോലെ കിഴക്ക് വശത്തെ ഭിത്തി നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ 3 ലൈൻ, ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന 3 ലൈനിലും കിണർ വേദിക്കാൻ പാടില്ല. അപ്പോൾ കിണറിന്റെ ആകാവുന്ന ഇത് വടക്ക് കിഴക്ക് കിണറാകാന്ന് പറഞ്ഞുകൊണ്ടാണ് കിഴക്കിന്റെ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ വടക്കേ അറ്റത്തും കിണർ വരാം. അപ്പോൾ കിണർ വരാം, ഇതിപ്പോൾ വടക്ക് വശത്തും കിണർ വരാം, വടക്ക് വശത്ത് വടക്കിന്റെ മധ്യത്തും കിണറാകാം. പക്ഷെ വടക്കിന്റെ മധ്യത്തിൽ കിണർ വരുമ്പം ആ മധ്യരേഖയെ ഖണ്ഡിക്കാതിരിക്കാൻ നോക്കണം. അതായത് യമസൂത്രം, വടക്ക് തെക്ക് വടക്ക് സ്ഥിതിയുള്ള യമസൂത്രത്തെ കിണർ ഖണ്ഡിക്കുന്ന നല്ലതല്ല. ഭിത്തിഭേദം, അതായത് ഭിത്തിഭേദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ്. ഇത് കിഴക്ക് വശത്തെ ഭിത്തി നമ്മൾ വടക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് ആരോ കാണിച്ചിരിക്കുന്നത്. അത് കിണറിനെ വേദിക്കാൻ പാടില്ല. അതുപോലെ വടക്ക് വശത്തെ ഭിത്തി നമ്മൾ കിഴക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, ആരോ കാണിച്ചിരിക്കുന്നത്, അതും കിണറിനെ വേദിക്കാൻ പാടില്ല. കർണഭേദം നമ്മളിപ്പോൾ കാണിച്ചാണ് അതായത് കർണസൂത്രം, അതായത് കന്നിമൂലയുടെ ഭാഗത്ത് നിന്നും ഈശാന്യമൂലയുടെ ഭാഗത്തേക്കുള്ള കർണം വെളിയിലോട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നു, അതിനെ നമ്മൾ കിണർ വേദിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ആ പച്ച നിറത്തിൽ കാണുന്ന കിണർ ഉത്തമമായ സ്ഥലമാണ്. കാരണം അവിടെ ഇതൊന്നും വേദിച്ചിട്ടില്ല, ആ കർണഭേദവും ഉണ്ടായിട്ടില്ല, ഭിത്തിഭേദവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ കിണർ വരാം. അതുപോലെ ഈ ഭാഗത്തും അത് ഇതൊക്കെ നല്ല സ്ഥലങ്ങളാണ്. കിണറിന് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് ഈ 2 നീല നിറത്തിൽ കാണിക്കുന്നത്. ആ 3ാമത്തെ ഇതും നോർത്ത് ഈസ്റ്റ് ആണ്. കാരണം ഈസ്റ്റിനെ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ വടക്കേ അറ്റത്തുള്ള ഭാഗമാണിത്, അത് നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. അവിടെയും നല്ല ഉത്തമമാണ്. ആ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഉത്തമമാണ്. ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. കാരണം വടക്ക് വശത്തെ നീളത്തെ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ കിഴക്കേ അറ്റത്തുള്ള 1/3 നോർത്ത് ഈസ്റ്റ് വരും. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് വരുന്ന ഈ 4 കിണറിന് ഉത്തമമായ സ്ഥലമാണ്. പക്ഷേ ഈ ഭേദം വരാതെ നോക്കണം. ഇതെല്ലാം അത്യുത്തമമാണ്. അതായത് നീല നിറത്തിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെല്ലാം അത്യുത്തമമാണ്. ഇനിയിപ്പോൾ ഊന്ന് എഴുതിയിരിക്കുന്ന ഉത്തമമാണ്. ഒരു അവിടെ നോക്കുക, വടക്ക് വശം നോക്കുക. വടക്ക് വശത്ത് ഉത്തമം എന്ന് പറയാൻ കാരണം അവിടെ പിന്നെ വടക്ക് വശം ശരിക്കും അത്യുത്തമം എന്ന് പറയാൻ പറ്റില്ല. വടക്ക് കിഴക്കാണ് അത്യുത്തമം, വടക്ക് ഉത്തമമാണ്. പക്ഷെ വടക്ക് ഉത്തമം വരുമ്പോൾ നമ്മൾ നോക്കുക, അവിടെ വടക്ക് വശത്തുള്ള ഗ്രഹമധ്യമാണ് ആ തൊട്ട്, അത് കിണറിനെ വേദിക്കാൻ പാടില്ല. നോക്കുക, അവിടെ വേദിച്ചിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ ചുറ്റുമുള്ള കെട്ടിനെ പക്ഷെ അകത്ത് വെള്ളമുള്ള ഭാഗത്തൂടെ വരാൻ പാടില്ല. അകത്തുള്ള വെള്ളം കാണുന്ന ഉൾഭാഗത്ത് മധ്യം വരാൻ പാടില്ല. അപ്പൊ ഇവിടെ അത് ഉത്തമമാണ്, കാരണം ആ മധ്യം വേദിച്ചിട്ടില്ല. ഈ മഞ്ഞ നിറത്തിൽ നോക്കുക, അവിടെ മധ്യത്തല്ല, സൈഡിൽ വേദിച്ചിട്ടുണ്ട്. ആ കിണറിന്റെ വെള്ളമുള്ള ഭാഗമാണ് മഞ്ഞ നിറം കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭാഗത്തുകൂടാണ് മധ്യരേഖ കടന്നു പോകുന്നത്. അപ്പൊ അത് അത്ര നല്ലതല്ല. അത് വേണമെങ്കിൽ മധ്യമമായിട്ട് എടുക്കാം. കാരണം അത് കറക്റ്റ് സെന്ററിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ കിണറിന്റെ കറക്റ്റ് സെന്ററിൽ കൂടെ മധ്യരേഖ കടന്നു പോകുകയാണെങ്കിൽ കൂടുതൽ ദോഷമാണ്. ഇവിടെ നോക്കുക, ആ ചുവന്ന നിറത്തിൽ കാണിച്ചു നോക്കുക, അവിടെ കറക്റ്റ് സെന്ററിലോട്ടാണ് ഈ മധ്യം വരുന്നത്. അത് അധമമാണ്. കിണറിന്റെ മധ്യവും വീടിന്റെ മധ്യവുമായിട്ട് വേദിക്കാൻ ഒരേ ലൈൻ വരാൻ പാടില്ല. അത് അധമമാണ്. ആ എഴുതിയേക്കുന്ന അധമമാണ്. മുകളിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന 4 അത്യുത്തമമായ സ്ഥലങ്ങൾ, വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഉത്തമം, മഞ്ഞ നിറത്തിൽ കാണിക്കുന്ന മധ്യമം, ചുമന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന അധമം. സർ, ഒരു സംശയം. ഈ 3ആയിട്ട് ഭാഗിക്കുന്നത് നമ്മള് ഗൃഹമാണോ വീടാണോ? വീടിന്റെ വടക്കേ അറ്റത്തുള്ള ഭിത്തിയാണ് ഇപ്പൊ അത് കാണിച്ചിരിക്കുന്നത്. അല്ല സാർ, ഇങ്ങനെ ഇപ്പൊ 3 ഭാഗമാക്കിയില്ലേ നമ്മള്? 3 ഭാഗമാക്കിയില്ല. കിഴക്ക് ഭാഗത്ത് ഇപ്പൊ 3 ഭാഗമാക്കിയല്ലോ. അത് വീടിനാണോ, പറമ്പിനല്ലല്ലോ? കിഴക്ക് വശത്ത് 3ആയിട്ട് ഭാഗിച്ചിരിക്കുന്നത് വീടിന്റെ കിഴക്ക് വശത്തുള്ള ഭിത്തിയാണ്, കിഴക്കേ അറ്റത്തുള്ള നീളത്തിലുള്ള ഭിത്തി. വീടിന്റെ വടക്ക് വശത്തുള്ള ഭിത്തിയാണ് നമ്മൾ വടക്ക് വശം 3ആയിട്ട് ഭാഗിച്ചിരിക്കുന്നത്. ഓക്കെ സാർ. അതുപോലെ നമ്മളിപ്പോ പിന്നെ ഈ രാശി വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീടിന്റെ രാശിയാണോ നോക്കുക, അല്ല പറമ്പിനെ 4ആയിട്ട് ഭാഗിച്ചിട്ടില്ല അങ്ങനെ രാശിയാണോ? നോക്കുന്നത് രാശി നോക്കുമ്പോൾ നമ്മൾ സാധാരണ നോക്കാറുള്ള, പ്രത്യേകിച്ച് കിണറിനൊക്കെ വെക്കുമ്പോൾ നമ്മൾ വാസ്തു മണ്ഡലത്തിന്റെയാണ് നോക്കുന്നത്. വീട് വെച്ചതിന് ശേഷം ശ്രദ്ധിക്കുക, വാസ്തു മണ്ഡലത്തിന്റെ നോക്കിയാലും വീടിന്റെ കർണസൂത്രവും ഭിത്തിസൂത്രവും കർണഭേദവും ഭിത്തിഭേദവും വരാൻ പാടില്ല. ക്ലിയറായല്ലോ? വീടില്ലാത്തവരില്ല സാറേ, നിലവിൽ വീടില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് വയ്ക്കാം. പക്ഷെ വീട് വയ്ക്കുമ്പോൾ നമ്മളത് അധമമായ സ്ഥലത്താണെങ്കിൽ മാറ്റേണ്ടി വരും. വീടില്ലാത്ത സ്ഥലത്ത് കിണർ കുഴിക്കുന്നതിന് നമ്മൾ അത്ര, കാരണം അവിടെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ അവിടെ തൊട്ടടുത്ത് വീടുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു പ്ലോട്ടിൽ വീടൊന്നും വച്ചിട്ടില്ലെങ്കിൽ
അവിടെ കിണർ ഏറ്റവും നല്ല അതിൻ്റെ വടക്ക് കിഴക്ക് കുഴിക്കുന്നതാണ്. അപ്പോൾ വീട് വന്നാലും വലിയ ഇത് വരില്ല. എപ്പോഴും നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസം വരുന്ന, പ്രായോഗികമായിട്ട് പ്രയാസം വരുന്നത്, നമ്മൾ ആ കിണറിന് അനുസരിച്ച് വീടിന് സ്ഥലം കാണിച്ചു. അപ്പം നമ്മൾ നേരത്തെ ഒരു കിണർ കുഴിച്ചു എന്ന് കേട്ടു, വടക്ക് കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കിണർ കുഴിച്ചു. കിണർ കുഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ വീട് വയ്ക്കാൻ നമ്മൾ തീരുമാനിക്കുന്നതും ഒരു വീട് വയ്ക്കാൻ സ്ഥാനം കണ്ടു. അങ്ങനെ വീട് വയ്ക്കാൻ സ്ഥാനം കാണുമ്പോൾ ആ വീടിന്റെ ഭിത്തിവേദമോ കർണവേദമോ ഈ കിണറിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന ഏറ്റവും ഉത്തമമായ സ്ഥാനത്ത് വീട് വയ്ക്കാൻ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കിണറിനനുസരിച്ച് വീടിന്റെ സ്ഥാനം, ഉത്തമമായ സ്ഥാനം മാറ്റി ഒരു മധ്യമോ അല്ലെ അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത് ഒരു പുരയിടത്തില് വീട് വച്ചിട്ട്, ചിലരുടെ ആദ്യമേ നമ്മള് പിന്നെ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ കിണർ കുഴിക്കും. കിണർ കുഴിച്ചിട്ടായിരിക്കും വീടിന്റെ പണി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ കിണർ കുഴിച്ച് കിണറിന് സാധനമെല്ലാം കണ്ട് കിണർ കുഴിച്ചിട്ട് വീടിന്റെ പണി തുടങ്ങുകയാണെങ്കിൽ അതിനൊരു പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളത്, അപ്പൊ കിണറിന്റെ സ്ഥാനത്ത് വേദമൊന്നും വരാത്ത വണ്ണം വേണം വീട് വയ്ക്കാൻ. അപ്പൊ വീട് വയ്ക്കാനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥാനം ചിലപ്പോൾ വീട് വയ്ക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലത് സാധിക്കുമെന്നുണ്ടെങ്കിൽ വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം കിണറിന് സ്ഥാനം നോക്കുക. അത് ക്ലിയർ ആയല്ലോ? അത് ഹലോ, ആയി സർ, ആയി സർ. വേറെ സംശയമുണ്ടോ? സാറേ കിണറിന്റെ ആദ്യത്തെ സ്ലൈഡ് ഒന്ന് കാണിച്ചേ. കേട്ടില്ല. ഇതിനു മുമ്പുള്ള സ്ലൈഡ്, ആദ്യത്തെ സ്ലൈഡ്, ഇതിനു മുമ്പുള്ള സ്ലൈഡ്, കിണറിന്റെ തുടക്കം, ഇതിനു മുമ്പുള്ള. അല്ല, ഇതിന്റെ മുമ്പിലുള്ള തുടക്കം. ഇതിനു മുമ്പിലുള്ളോ? തുടക്കം. ഇതിനു മുമ്പിലുള്ളതാണോ? അതെ അതെ. ഇതാണോ? ഓക്കെ. മതിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. മാറ്റാമല്ലോ. ഓക്കെ, മാറ്റാം സാർ. ശരി. അടുത്ത തുളസിത്തറയുടെ സ്ഥാനമാണ്. തുളസിത്തറയ്ക്ക് രണ്ട് വിധത്തിൽ സ്ഥാനം കാണുന്നുണ്ട്. ഒന്ന്, വീടിൻ്റെ കന്നിമൂലയുടെ ഭാഗം, വീടിൻ്റെ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തുളസിത്തറ വയ്ക്കാറുണ്ട്. അത് വീട് ഏത് ദിശയ്ക്ക് അഭിമുഖമായാലും, കിഴക്കിനെയോ തെക്കിനെയോ പടിഞ്ഞാറ്റിനെയോ വടക്കിനെയോ ഏതും ആയിക്കോട്ടെ, ഏത് ദിശയ്ക്ക് അഭിമുഖമായ വീടായാലും കന്നിമൂലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിൽ കിണർ തുളസിത്തറ വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കന്നിമൂലയിൽ തുളസിത്തറ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നമ്മുടെ ഒരു ക്ഷേത്രം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ രാവിലെ വൈകിട്ടൊക്കെ വിളക്ക് എത്തിക്കുക, അതുപോലെ തന്നെ വളരെ ശുദ്ധമായിട്ട് പൊടിയൊന്നും വരാതെയൊക്കെ നമ്മൾ വൃത്തിയാക്കി വളരെ ശുദ്ധമായിട്ട് അത് സൂക്ഷിക്കണം എന്നുണ്ട്. ഈ തെക്ക് പടിഞ്ഞാറുള്ള അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്തുള്ള തുളസിത്തറ വളരെ ഭവ്യതയോടുകൂടി വളരെ ഭക്തിയോടുകൂടി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ദോഷമായിട്ട് വരും. പിന്നെ തുളസിത്തറയ്ക്ക് ഏത് ദിശയിലുള്ള വീടായാലും, തെക്കിനെയോ കിഴക്കിനെയോ പടിഞ്ഞാറ്റിനെയോ വടക്കിനെയോ ആകട്ടെ, ആ വീടിന്റെ മുൻവശത്ത്, കിഴക്കിനെയാണെങ്കിൽ കിഴക്കിനി പടിഞ്ഞാറാണല്ലോ മുൻവശം, അപ്പോൾ കിഴക്കിനിയുടെ പടിഞ്ഞാറ് വശത്ത് തുളസിത്തറയാകാം, പടിഞ്ഞാറ്റിനിയുടെ കിഴക്ക് വശത്ത് തുളസിത്തറയാകാം, തെക്കിനിയുടെ ആണെങ്കിൽ വടക്ക് വശത്ത് തുളസിത്തറയാകാം, വടക്കിനിയാണെങ്കിൽ മുൻവശം തെക്കാണ്, തെക്ക് വശത്ത് തുളസിത്തറയാകാം. അപ്പൊ ഏത് വീടായാലും, എങ്ങോട്ട് അഭിമുഖമായിട്ടുള്ള വീടായാലും വീടിന്റെ മുൻവശത്തും തുളസിത്തറയാകാം. പക്ഷെ അതിന് സ്ഥാനം പറയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. വീടിന്റെ മുൻവശത്ത് നിന്നും 2 ദണ്ട്, ഒരു ദണ്ട് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 4 കോലാണ്, അപ്പൊ 2 ദണ്ട് പറഞ്ഞാൽ 8 കോലാണ്. അപ്പം വീടിന്റെ മുൻവശത്ത് നിന്നും 2 ദണ്ട് അല്ലെങ്കിൽ 8 കോൽ അകലെ വിടണം. അത് വീടിന്റെ മുൻവശത്തിന്റെ മധ്യത്തിൽ നിന്നാണ്. വീടിന്റെ മുൻവശത്തിന്റെ മധ്യത്തിൽ നിന്നും 8 കോൽ മുന്നോട്ടെടുക്കണം. പടം വരും, അത് ഉത്തമമാണ്. വീടിന്റെ മുൻവശത്ത് നിന്ന് 2 ദണ്ടും അകലെ ഉത്തമം, 1 ദണ്ടും 3 ദണ്ടും മധ്യമമാണ് ആകാം. ഏറ്റവും നല്ലത് വീടിന്റെ മുൻവശത്ത് നിന്നും മുൻവശത്തിന്റെ മധ്യം എടുത്തിട്ട് അവിടുന്ന് 2 ദണ്ട് മാറി അവിടുന്ന് ഒരു 9 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 അങ്കുലം ക്ലോക്ക് വൈസ് പ്രദക്ഷിണമായിട്ട് മാറിയിട്ട് അവിടെ തുളസിത്തറയുടെ മധ്യം വയ്ക്കത്തക്കവണ്ണം തുളസിത്തറയാകാം. നമ്മുടെ പടം കാണിച്ചു തരാം. 2 ദണ്ടിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ 1 ദണ്ട്, അതായത് 4 കോൽ അല്ലെങ്കിൽ 3 ദണ്ട്, അത് 4 12 കോൽ, അപ്പൊ ആ ദൂരത്തിൽ തുളസിത്തറയാകാം, മധ്യമത്തിലാകാം എന്ന് പറയുന്നുണ്ട്.
ഗൃഹമധ്യത്തിൽ, അതായത് നമ്മൾ എവിടെയായാലും ഈ രണ്ട് ദണ്ടോ ഒരു ദണ്ടോ ഏതെടുത്താലും ഗൃഹത്തിന്റെ മധ്യത്തിൽ നിന്നും എടുത്തിട്ട് അവിടുന്ന് 3 അങ്കുലം, അതായത് 9 സെന്റിമീറ്റർ, 3 അങ്കുലം എന്ന് പറയുമ്പോൾ 9 സെന്റിമീറ്റർ പ്രദക്ഷിണമായിട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് മാറി അവിടെ വേണം തുളസിത്തറയുടെ മധ്യം വരാൻ. പടം കൊണ്ട് കാണിച്ചു തരാം. അപ്പം ഗൃഹമധ്യത്തിൽ നിന്ന് 3 അങ്കുലം പ്രദക്ഷിണമായി തുളസിത്തറയുടെ മധ്യം വരണം. അതുപോലെ ഏകശാലയുടെ മുൻവശം, നേരത്തെ പറഞ്ഞത് ഏകശാല എങ്ങോട്ട് ഫേസ് ചെയ്യുന്നതായാലും അതിന് മുൻവശത്ത് തുളസിത്തറയാകാമെന്ന് പറയുന്നുണ്ട്. ചതുശാലയുടെ ഉൾവശത്ത് നമ്മുടെ ഗർത്താങ്കണം എന്നൊരു കുഴി പോലുള്ള ഭാഗമുണ്ട്, ചതുശാല അല്ലെങ്കിൽ നാലുകെട്ടിന് മധ്യത്തിലുള്ള അവിടെയും തുളസിത്തറയാകാമെന്ന് പറയുന്നുണ്ട്. അതിന് സ്ഥാനം പറയുന്നുണ്ട്, അതിലേക്ക് വരാം. ഇപ്പൊ ഏകശാലയുടെ മുൻവശവും ചതുശാലയുടെ ഉൾവശവും തുളസിത്തറയ്ക്ക് ശുഭമാണ്. ഇത് ഗൃഹമധ്യം, ഒരു ഗ്രഹം അതിൻ്റെ മധ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനത്തിൻ്റെ നോക്കുകയാണ്. മധ്യത്തിൽ കൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈൻ നമ്മൾ മധ്യത്തിൽ കൂടെ വരച്ച മേളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതായത് കിഴക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് വീട്ടിൽ നിന്നും 2 ദണ്ട്, ആദ്യം 2 ദണ്ടാണ് ഉത്തമം. 2 ദണ്ട് പറ്റിയില്ലെങ്കിൽ 1 ദണ്ടോ 3 ദണ്ടോ ആകാം നമ്മൾ നേരത്തെ പറഞ്ഞു. ആ 2 ദണ്ട്, അതിൽ 8 കോൽ, അത് ഗ്രഹത്തിന്റെ മധ്യത്തിൽ നിന്ന് 8 കോൽ കിഴക്കോട്ട് എടുക്കുക. ഇതിപ്പോ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ അപ്പൊ ഇത് 2 കോൽ ദൂരമാണ് ആ ഇത് കാണുന്നത്. അതിന് 3 അങ്കുലം അല്ലെങ്കിൽ 9 സെന്റിമീറ്റർ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കണം. നോക്കുക, അവിടെ ഒരു ചെറിയൊരു ആരോ, ഇപ്പൊ ഒരു ചെറിയ ആരോ അവിടെ വരും. ആ ചെറിയ ആരോ 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 9 അങ്കുലമാണ്. അപ്പം ഗ്രഹത്തിന്റെ മുൻവശത്തിന്റെ മധ്യത്തിൽ നിന്നും 2 ദണ്ട് മുന്നോട്ടെടുക്കണം. മുന്നോട്ടെടുത്തിട്ട് അവിടുന്ന് 9 സെന്റിമീറ്റർ പ്രദക്ഷിണമായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് മാറിയിട്ട് അവിടെ തുളസിത്തറയുടെ മധ്യം വരത്തക്കവണ്ണം തുളസിത്തറയാകാം. അത് ഏത് ദിശയിലായാലും ആകാം. അപ്പൊ ആ ഒരു സ്റ്റാർ കാണിച്ചിരിക്കുന്നത് തുളസിത്തറയുടെ മധ്യമാകണം. തുളസിത്തറയുടെ മധ്യം, ആ സ്റ്റാർ കാണിച്ചിരിക്കുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വരച്ച് കഴിഞ്ഞെങ്കിൽ പറയാം, കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, എപ്പോഴും വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞെങ്കിൽ പറയാം, ആരെങ്കിലും കഴിഞ്ഞെങ്കിൽ. സർ, തുളസിത്തറയുടെ ഉയരത്തിന് കണക്കുണ്ടോ? ഉണ്ട്, അത് പറഞ്ഞുതരാം. അതായത് ബേസ്മെന്റിന്റെ ഉയരത്തേക്കാൾ കൂടാൻ പാടില്ലെന്നാണ്. ബേസ്മെന്റിന്റെ ഉയരത്തേക്കാൾ അല്പം താന്നിരിക്കുന്നതാണ് തുളസിത്തറ നല്ലത്. അതിലേക്ക് വരാം, അത് വരുന്നുണ്ട്. കഴിഞ്ഞോ എല്ലാവരും? ആരെങ്കിലും കഴിയാനുണ്ടോ? കഴിയാത്തവര് കേട്ടില്ല. കഴിഞ്ഞു സർ, കഴിഞ്ഞു സർ. ഇത് വീടിന്റെ മുൻവശമായിരിക്കണം. മുൻവശത്താണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ തെക്ക് വശത്താണെങ്കിൽ തെക്കോട്ട് എടുക്കണം ആ 2 ദണ്ട്. വടക്ക് വശത്താണെങ്കിൽ വടക്കോട്ട് എടുക്കണം. അപ്പോൾ മുൻവശത്ത് വേണം ആ 2 ദണ്ട് എടുക്കാൻ. 2 ദണ്ട് ഏറ്റവും ഉത്തമമാണ്. 2 ദണ്ടിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ 1 ദണ്ടോ 3 ദണ്ടോ ആകാം. അല്ലെങ്കിൽ 1 ദണ്ടും 8 അങ്കുലം, 8 അങ്കുലത്തിന്റെ ഗുണിതങ്ങളും ആകാം. അതിലേക്ക് പിന്നെ വരാം, അത് പിന്നെ വേറെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരമശായ 9ആയിട്ട് നീളവും വീതി. അപ്പൊ ഇത് 8ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് പരമശായിക പദവിന്യാസം അല്ല. തുളസിത്തറയുടെ വീടിന്റെ ഈ 4 കെട്ടാണെങ്കിൽ, ചതുശാലയാണെങ്കിൽ മധ്യത്തിലുള്ള അങ്കണം പോലെ കുഴി, അത് ഗർത്താങ്കണം എന്ന് പറയും. മധ്യത്തിലൊരു കുഴി പോലുള്ള ഭാഗത്തിന് ഗർത്താങ്കണം. ആ ഗർത്താങ്കണമാണ് ഈ വെളിയിൽ കാണിച്ചത്. അതിനെ 64ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഗർത്താങ്കണത്തിനെ 8 വീതിയിലും നീളവും 8ആയിട്ട് ഭാഗിക്കുമ്പോൾ 64ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ കാണിച്ചിരിക്കുന്ന 2 ഭാഗങ്ങൾ, അതായത് ഏറ്റവും കിഴക്ക് ഭാഗത്തുനിന്ന്, ഏറ്റവും കിഴക്കിന്റെ താഴത്തെ ഭാഗത്ത് ഇടത്തേരുന്ന് വടക്ക് തെക്കോട്ട് 3ാമത്തത്, അതിന്റെ താഴെ വടക്ക് തെക്കോട്ട് 2ാമത്തെ, ഈ 2 ഭാഗങ്ങളും തുളസിത്തറയ്ക്ക് ഏറ്റവും നല്ലതാണ്. അകത്ത് വയ്ക്കുകയാണെങ്കിൽ ആ 4 കെട്ടിന് അകത്ത് ഗർത്താങ്കണത്തില് പിന്നെ തുളസിത്തറ ചെയ്യുകയാണെങ്കിൽ ഈ 2 ഭാഗങ്ങളാകാം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാറ്റുകയാണ്. ആരും കഴിഞ്ഞില്ലെങ്കിൽ പറയാം.
ഓക്കെ. ചതിശാലയിൽ നമ്മൾ എഴുതിക്കൊള്ളു. ചതിശാലയിൽ അങ്കണത്തെ 64 ചതുരങ്ങളായി ഭാഗിച്ചാൽ ചിത്രത്തിൽ മഞ്ഞ നിറത്തിൽ കാണിച്ചിട്ടുള്ള 2 സ്ഥാനങ്ങളും തുളസിത്തറയ്ക്ക് ഉത്തമമാണ്. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ. ഇനി അടുത്ത സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥലമാണ്. സെപ്റ്റിക് ടാങ്കിന് വടക്ക് പടിഞ്ഞാറ് മാത്രമേ സ്ഥാനമുള്ളൂ. വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തല്ലാതെ മറ്റൊരു ഭാഗത്തും സെപ്റ്റിക് ടാങ്ക് പാടില്ല എന്നാണ്. വടക്ക് പടിഞ്ഞാറ് വരുമ്പോൾ തന്നെ നമുക്ക് കർണഭേദം, അതായത് അഗ്നിമൂലയുടെ ഭാഗത്ത് നിന്നും വായുമൂലയുടെ ഭാഗത്തേക്ക് ഒരു കർണം വലിച്ചിട്ട്, ആ കർണത്തിന് നമുക്കറിയാം മൃത്യുസൂത്രം എന്ന് പറയും. ആ കർണം വെളിയിലോട്ട് നമ്മൾ വായുമൂലയുടെ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കർണം വേദിക്കാതെ വേണം സെപ്റ്റിക് ടാങ്ക് വരാൻ. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അതായത് വടക്ക് വശത്തെ 3ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഇപ്പൊ ഇത് ആ കർണം വരച്ചിരിക്കുന്നു. അതായത് മൃത്യുസൂത്രം അഗ്നിമൂലയിൽ നിന്നും വായുമൂലയുള്ള കർണം അത് വെളിയിലോട്ട് വായുമൂലയുടെ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പടിഞ്ഞാറ് വശത്തെ നോക്കുക. പടിഞ്ഞാറ് വശത്തെ 3ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. 3ആയിട്ടിലെ ഒരെണ്ണം മതി. മറ്റേ ഒരു 1/3 മതി. മറ്റേ ഭാഗത്തിന്റെ മധ്യത്തെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 ആവും. അപ്പൊ അതിന് ഒരു ഭാഗം മാത്രം നമുക്ക് നോർത്ത് വെസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ. 3ആയിട്ട് ഭാഗിച്ചതിൽ പടിഞ്ഞാറ് വശത്ത് കാണുന്നത്, പടിഞ്ഞാറ് വശത്തെ നീളത്തെ 3ആയിട്ട് ഭാഗിച്ചതിൽ വടക്കേ അറ്റത്തുള്ള ഒരു ഭാഗമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ദോഷം സെപ്റ്റിക് ടാങ്കിന് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് ഒക്കെ എവിടെ വെച്ചാലും അതുകൊണ്ട് വീടിനൊരു ഗുണം ഉണ്ടാവില്ല. എവിടെ സെപ്റ്റിക് ടാങ്ക് വെച്ചാലും ഗുണമുണ്ടാവില്ല. ദോഷം ഏറ്റവും കുറവ് എവിടെയാണ്? അതാണ് ദോഷം ഏറ്റവും കുറവെന്ന് എഴുതിയത്. സെപ്റ്റിക് ടാങ്ക് ദോഷം ഏറ്റവും കുറവ് നോർത്ത് വെസ്റ്റിലാണ്. ഇവിടെ നോക്കുക. ഇപ്പൊ കാണിച്ചു സെപ്റ്റിക് ടാങ്ക് ആ ഒരു ചോക്ലേറ്റ് കളറിൽ കാണിച്ചിരുന്ന സെപ്റ്റിക് ടാങ്ക് എന്ന് കാണിച്ചിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറാണ്. വടക്ക് പടിഞ്ഞാറിൽ തന്നെ വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും നല്ലത്. ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ഭാഗം ഈ കാണിച്ചിരിക്കുന്നു. ആ ഭാഗത്തും സെപ്റ്റിക് ടാങ്ക് ആകാം. അപ്പൊ ഈ 2 ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ആകാം. പക്ഷെ കർണഭേദം പാടില്ല. കർണം ഇപ്പൊ ഇവിടെ വേദിക്കുന്നില്ല. കർണഭേദം, ഭിത്തിഭേദം പറയുന്നില്ല. കിണറിനാണെങ്കിൽ ഭിത്തിഭേദവും പാടില്ല. പക്ഷെ സെപ്റ്റിക് ടാങ്കിന് ഭിത്തിഭേദം, ഇപ്പൊ നോക്കുക ഇവിടെ ഭിത്തിഭേദം വരുന്നുണ്ട്. ഇവിടെ പടിഞ്ഞാറ് വശത്തെ വീടിന്റെ ഭിത്തി നേരെ വരച്ച സെപ്റ്റിക് ടാങ്കിലോട്ടാണ് വരുന്നത്. അപ്പൊ അതിന് ഭിത്തിഭേദം സെപ്റ്റിക് ടാങ്കിന് പറയുന്നില്ല. ഭിത്തിഭേദം ഇല്ലാതെ ചെയ്തുകൊണ്ട് ഭിത്തിഭേദം വേണമെന്ന്, ഭിത്തിഭേദം ഉണ്ടായിരിക്കണം എന്നൊന്നും പറയുന്നില്ല. ഏത് ഭേദവും ഇല്ലാതെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഭിത്തിഭേദം സെപ്റ്റിക് ടാങ്കിന് പാടില്ല എന്ന് പറയുന്നില്ല. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും മോശമായ സ്ഥാനം സെപ്റ്റിക് ടാങ്കിന് നോർത്ത് ഈസ്റ്റ് ആണ്. അവിടെ ഇന്ത്യ ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തും സെപ്റ്റിക് ടാങ്ക് പാടില്ല. വടക്ക് വശത്തും നോർത്തിലും സെപ്റ്റിക് ടാങ്ക് പാടില്ല. വടക്കിന്റെ മധ്യം. ഏറ്റവും ദോഷം നോർത്ത് ഈസ്റ്റ് ആണ്. വരച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. വരച്ചു കഴിയാത്തവരുണ്ടെങ്കിൽ പറയുക. തെക്ക് ഭാഗത്തോ? തെക്ക് ഭാഗത്തുനിന്ന് സെപ്റ്റിക് ടാങ്കിന് ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. വടക്ക് പടിഞ്ഞാറ് മാത്രം. വടക്ക് പടിഞ്ഞാറ് അല്ലാതെ മറ്റൊരു ഭാഗത്തും സെപ്റ്റിക് ടാങ്ക് പാടില്ല. അങ്ങനെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ സെപ്റ്റിക് ടാങ്ക് മാറ്റുകയോ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം, അതിന് കറക്ഷൻ ചെയ്യുകയോ വേണം. ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തുള്ള മാറ്റമാണ്. അടുത്ത ഗ്രഹത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഗ്രഹത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അല്ലാതെ
മറ്റേതെങ്കിലും ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വന്നാൽ ഒന്നുകിൽ മാറ്റുകയോ അല്ലെങ്കിൽ തക്കതായ പരിഹാരം ചെയ്യുകയോ വേണം. ഗൃഹത്തിന്റെ മൃത്യുസൂത്രത്തെ സെപ്റ്റിക് ടാങ്ക് വേദിക്കാൻ പാടില്ല. അത് അഗ്നിമൂലയിൽ നിന്നും വായുമൂലയിലേക്ക് വരുന്നതാണ് മൃത്യുസൂത്രം. അത് വെളിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിനെ വേദിച്ച് സെപ്റ്റിക് ടാങ്ക് പണിയാൻ പാടില്ല. വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗത്തിന് വടക്ക് ഭാഗത്തേക്കാൾ ദോഷം. അതായത് വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറിന്റെ വടക്കും രണ്ടും വടക്ക് പടിഞ്ഞാറ് തന്നെ. വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗവും വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ഭാഗവുമായിട്ട് കമ്പയർ ചെയ്താൽ ദോഷം കുറച്ചുകൂടെ കുറവുള്ളത് വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പം ഇത് തമ്മിൽ രണ്ടും പിന്നെ നമുക്ക് പരിഹാരമൊന്നും ആവശ്യമില്ല. ഈ വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാലും വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ഭാഗത്തായാലും നമുക്ക് പരിഹാരങ്ങളൊന്നും ആവശ്യമില്ല. സെപ്റ്റിക് ടാങ്ക് ആകാം. പക്ഷെ അതിൽ തന്നെ നമുക്കൊരു ചോയ്സ് എവിടെ വേണം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, രണ്ടാമത്തെ ചോയ്സ് വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ഭാഗത്താകാം. എഴുതി കഴിഞ്ഞാൽ വിചാരിക്കുന്നു. ആരെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയുക, അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ. ഇനി ഗ്രഹത്തിന്റെ വശത്തോട്, അതായത് നമ്മളിപ്പം ഫൗണ്ടേഷൻ്റെ കൂടെ ചേർത്ത് സെപ്റ്റിക് ടാങ്ക് ചെയ്യാൻ പാടില്ല. സെപ്റ്റിക് ടാങ്കിൽ വീട്ടിന്റെ കെട്ടിന്ന് മിനിമം 2 അടിയെങ്കിലും മാറിയ സെപ്റ്റിക് ടാങ്ക് ആകാം. അത് പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നില്ലെങ്കിലും മിനിമം ഡിസ്റ്റൻസ് വീടിന്റെ ഫൗണ്ടേഷന്റെ കെട്ടിന്ന് 2 അടിയെങ്കിലും മാറിയിട്ട് സെപ്റ്റിക് ടാങ്ക് വരാം. കിണറിൽ നിന്നും സെപ്റ്റിക് ടാങ്കിന് കുറഞ്ഞത് 7 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. കിണറും സെപ്റ്റിക് ടാങ്കുമായിട്ട് 7 മീറ്റർ. 7 മീറ്ററിൽ കുറഞ്ഞാൽ അത് പിന്നെ അധമമാണ്. 7 മുതൽ 16 വരെയാണ് മധ്യമം. 16 കൂടുതലാണ് ഉത്തമം. അതായത് 16 മീറ്ററിൽ കൂടുതലാണ് ഏറ്റവും നല്ലത്. കിണറും സെപ്റ്റിക് ടാങ്കുമായിട്ടുള്ള ദൂരം 16 മീറ്റർ. പക്ഷെ അതാണ് സിറ്റിയിലൊന്നും നമുക്ക് 16 മീറ്റർ ഒന്നും കിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലല്ല, അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കുമായിട്ടും പാടില്ല. നമ്മുടെ കിണറും അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കും അടുത്ത വീട്ടിലെ കിണറുമായിട്ടോ ഒന്നും ഈ 7 മീറ്ററിൽ കുറഞ്ഞ ദൂരം ഒരിക്കലും പാടില്ല. 7 മീറ്ററിൽ കൂടുതൽ 7 മുതൽ 16 മീറ്റർ വരെ മധ്യമമാണ്. 16 മീറ്ററിൽ കൂടിയ ഏറ്റവും നല്ലതാണ്. സെപ്റ്റിക് ടാങ്ക് കിണറുമായിട്ട് 16 മീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മധ്യമമായും ആയാലും മതി, 7 മീറ്റർ ആയാലും മതി. 7ൽ കുറയാൻ പാടില്ല. സർ, പഞ്ചായത്ത് റൂള് 7.5 മീറ്റർ. 7.5 എന്നല്ല, 7 മീറ്ററേ ഉള്ളൂ. ഇപ്പം ഈ ഇടയ്ക്കാണ് മാറ്റിയോ? കാരണം ഒരു 6 മാസം മുമ്പൊക്കെ 7 മീറ്റർ. എനിക്ക് ഞങ്ങൾ കൂടുതലും അകത്ത് വന്ന് അവിടുന്ന് ആള് വന്ന് ഈ കോർപ്പറേഷൻ, ഞാനിപ്പോൾ കോർപ്പറേഷനിലൊക്കെയാണ്, ഇവിടെ 7 മീറ്ററാണ് വെച്ചേക്കുന്നത്. ഇനി പഞ്ചായത്തിലാണ്. പക്ഷേ പഞ്ചായത്ത് എൻ്റെ അറിവിൽ 7 മീറ്ററാണ്. 7 മീറ്റർ ഉള്ളിടത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വീട് തെക്കിനി പെരക്ക് സെപ്റ്റിക് ടാങ്ക് എങ്ങനെ വരും? അപ്പൊ അങ്ങനെയാണെങ്കിൽ തെക്കിനി പെരക്ക് സെപ്റ്റിക് ടാങ്ക് എങ്ങനെ വരും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയില്ല. സിറ്റിയിൽ നിന്നാണ് അല്ല, തെക്ക് വശത്ത് മുഖം വരുമ്പോൾ സെപ്റ്റിക് ടാങ്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുക. തെക്ക് വശത്ത് മുഖം വന്നാലും വടക്ക് പടിഞ്ഞാറ് വേണം സെപ്റ്റിക് ടാങ്ക് വെക്കാൻ. എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന ആണെങ്കിൽ, അതായത് തെക്കിനെയോ കിഴക്കിനെയോ പടിഞ്ഞാറിനെയോ വടക്കിനെയോ ഏതും ആയിക്കോട്ടെ, സെപ്റ്റിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറേ ആകാവും. വടക്ക് പടിഞ്ഞാറല്ലാതെ മറ്റെവിടെ സെപ്റ്റിക് ടാങ്ക് വന്നാലും ഞാൻ നേരത്തെ കാണിച്ചാണ്, ഒന്നുകിൽ അത് അവിടെ മാറ്റുക, സെപ്റ്റിക് ടാങ്ക് അവിടെ മാറ്റുക, അല്ലെങ്കിൽ അതിന് കറക്ഷൻ, സെപ്റ്റിക് ടാങ്കിനുള്ള കറക്ഷൻ ഉണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കുക, സെപ്റ്റിക് ടാങ്കിനുള്ള കറക്ഷൻ ചെയ്യുക, പരിഹാരം ചെയ്യുക. ദോഷമായ സ്ഥലത്ത് സെപ്റ്റിക് ടാങ്ക് വരുന്നതിനുള്ള കറക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കിണറും സെപ്റ്റിക് ടാങ്കുമായുള്ള അകലം 16 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഉത്തമം. 7 മീറ്റർ മുതൽ 16 മീറ്റർ വരെ മധ്യമം. 7 മീറ്ററിൽ കുറഞ്ഞാൽ അധമം. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. മാറ്റുകയാണ്. അല്ല കഴിഞ്ഞിട്ടില്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അടുത്ത പട്ടിക്കൂടാണ്. പട്ടിക്കൂടിന് ഏറ്റവും ഉത്തമമായ സ്ഥാനം, ഞാൻ ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് തെക്കിൻ്റെ മധ്യമാണ്. തെക്ക് വശത്തിൻ്റെ മധ്യത്ത് പട്ടിക്കൂടാകാം. അവിടെ അസൗകര്യമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറും ആകാം.
ഏറ്റവും പട്ടിക്കൂടിന് ഉത്തമമായ സ്ഥലം തെക്കിന്റെ മധ്യമാണ്. അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ്. ഈ രണ്ട് സ്ഥലത്തല്ല മറ്റെവിടെ പട്ടിക്കൂട് വെച്ചാലും അതിന് നമ്മൾ പരിഹാരം ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ വേണം. തെക്കിന്റെ മധ്യഭാഗമാണ് നല്ലത്. പ്രസ്തുത ഭാഗം അസൗകര്യമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറാകാം. ഈ രണ്ട് ഭാഗത്തല്ലാതെ പട്ടിക്കൂട് നല്ലതല്ല എന്നാണ്. അടുത്ത ഓവർഹെഡ് വാട്ടർ ടാങ്ക്. ഈ ഓവർഹെഡ് വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെറസിന് മുകളിൽ വെക്കുന്ന വാട്ടർ ടാങ്ക് അല്ല ഓവർഹെഡ് വാട്ടർ ടാങ്കാണ്. പക്ഷെ അത് മാത്രമല്ല ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തലയുടെ മുകളിൽ നിന്ന് ഇരിക്കും. തലയുടെ മണ്ണിന്റെ മുകളിലുള്ള എല്ലാം ഓവർഹെഡാണ്. നമ്മുടെ വീട്ടിലെ മുറ്റത്ത് നമ്മൾ കുഴിച്ചു വയ്ക്കുന്നതല്ല. കുഴിച്ചു വയ്ക്കുമ്പോൾ അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ആവും. കുഴിക്കാതെ നമ്മുടെ വീടിന്റെ മുറ്റത്തിന് മണ്ണിന്റെ മുകളിലൊരു ടാങ്ക് എടുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചെന്നാൽ അത് ഓവർഹെഡ് വാട്ടർ ടാങ്കാണ്. മണ്ണിന് മുകളിൽ വരുന്ന മണ്ണ് കുഴിക്കാതെ മണ്ണിന് മുകളിലെടുത്ത് ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ അത് ഓവർഹെഡ് വാട്ടർ ടാങ്കാണ്. തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂലയുടെ ഭാഗത്ത്. കന്നിമൂലയാണ് ഓവർഹെഡ് വാട്ടർ ടാങ്കിന് നല്ലത്. അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിന് വടക്ക് കിഴക്കാണ്. നേരത്തെ പറഞ്ഞു അത് കിണറിന്റെ ഈക്വലാണ്. കിണറിന് വടക്ക് കിഴക്ക് ഏറ്റവും നല്ലത്. വടക്ക് കിഴക്ക് അത്യുത്തമം, വടക്ക് വശം വടക്കിന്റെ മധ്യം ഉത്തമം, പടിഞ്ഞാറിന്റെ മധ്യമെന്ന് പറഞ്ഞു. അതേ ഇതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിനും. അത് ആ റൂൾസ് തന്നെയാണ്. പക്ഷെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറാണ് ഏറ്റവും നല്ലത്. തെക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും മധ്യമമാണ്. തെക്ക് വശത്തിന്റെ മധ്യത്ത് വരുന്നതും ഓരോ പടിഞ്ഞാറ് വശത്തിന്റെ മധ്യത്ത് വരുന്നതും മധ്യമമാണ്. ഏറ്റവും മോശം തെക്ക് കിഴക്കാണ്. വടക്ക് കിഴക്കും മോശമാണ്. തെക്ക് കിഴക്കും വടക്ക് കിഴക്കും മോശമാണ്. വടക്ക് കിഴക്കും തെക്ക് കിഴക്കുമാണ് ഏറ്റവും മോശം സ്ഥാനങ്ങൾ. വടക്ക് കിഴക്ക് അതിന്റെ വെയിറ്റ് ആണ്. അവിടെ സെപ്റ്റിക് ടാങ്ക് പിന്നെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് വന്നാൽ ടെറസിന്റെ മുകളിലൊക്കെ വരികയാണെങ്കിൽ വടക്ക് വശത്ത് അതിനകത്ത് നിറച്ച് വെള്ളമെല്ലാം കിടക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് വരും. അപ്പോൾ ആ വെയിറ്റ് വടക്ക് കിഴക്ക് നല്ലതല്ല. തെക്ക് കിഴക്ക് അഗ്നിമൂല ആയതുകൊണ്ട് അഗ്നിയും ജലവും കൂടെ ചേരാത്തതുകൊണ്ട് തെക്ക് കിഴക്ക് നല്ലതല്ല. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വടക്ക് കിഴക്കും കിഴക്കുള്ളതാണ്. വടക്ക് കിഴക്കും തെക്ക് കിഴക്കും എന്തായാലും ദോഷമാണ്. വടക്ക് കിഴക്ക് ശ്രദ്ധിക്കുക. വടക്ക് കിഴക്ക് നമ്മൾ ഓവർഹെഡ് വാട്ടർ ടാങ്ക് വെക്കുകയാണെങ്കിൽ ആ വടക്ക് കിഴക്ക് മൂലയിൽ വെളിയിലൊരു നമ്മൾ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു കിണറൂടെ, അപ്പൊ ഇതിന്റെ ദോഷം മാറാനായിട്ട് അവിടെ ഒരു കിണർ കുഴിച്ച് അവിടെ വെയിറ്റ് കുറയ്ക്കണം. വടക്ക് കിഴക്ക് ഭാഗത്ത് മൂലയുടെ ഭാഗത്ത് ഒരു കിണർ നല്ലൊരു ആഴമുള്ള ഒരു കിണറുണ്ടെങ്കിൽ അവിടെ ഒരു ഓവർഹെഡ് വാട്ടർ ടാങ്ക് വന്നാലും കാര്യമായ ദോഷമില്ല. കാരണം ആ ഓവർഹെഡ് വാട്ടർ ടാങ്ക് വരുന്നതുകൊണ്ടുള്ള ദോഷം ഈ കിണർ വരുന്നതുകൊണ്ടുള്ള ഗുണവുമായിട്ട് ക്യാൻസൽ ചെയ്തു പോകും. പക്ഷെ കിണറിന്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടില്ല. വടക്ക് കിഴക്ക് കിണർ വരുന്നതുകൊണ്ടുള്ള ഗുണം പൂർണ്ണമായും കിട്ടില്ല. കാരണം ആ ഗുണത്തിലെ കുറെ ഗുണം ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഓവർഹെഡ് വാട്ടർ ടാങ്ക് വരുന്നത് കൊണ്ട് ആ ഗുണം കുറേ ഇല്ലാതാവും. ആ ഗുണത്തിൽ പക്ഷെ ദോഷമല്ല. നല്ല കിണർ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ കിണറിന്റെ ഗുണം വരുമ്പോൾ ഈ ഓവർഹെഡ് വാട്ടർ ടാങ്കിന്റെ ദോഷത്തിനെ അത് കോമ്പൻസേറ്റ് ചെയ്യും. ഇത് നോക്കുക, ഇവിടെ അതിൻ്റെ ഒരു പടം കാണിക്കാം. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അത് 9, ടോട്ടൽ 9 ആയിട്ട്. നീളത്തെയും വീതിയെയും 3 ആയിട്ട്. ആ ഡിവൈഡ് ചെയ്യുന്ന വര തിന്നാണ്, കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ കാണാമല്ലോ. ഹലോ, തിൻ ലൈൻ ആയതുകൊണ്ട് ഒരു സംശയം കാണാൻ നോക്കുന്നു. ഓക്കെ, ഇത് മധ്യരേഖയാണ്. ഈ കിഴക്കുന്ന പടിഞ്ഞാറുള്ള ഇത് കാണിച്ചിരിക്കുന്ന ടെറസാണ്. വീടിന്റെ ടെറസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെറസിന്റെ കിഴക്കേ അറ്റത്ത് നിന്ന് പടിഞ്ഞാറ് അടുത്തേക്ക് മധ്യത്തിൽ കൂടെ രേഖ വരച്ചിരിക്കുന്നതാണ് അവിടെ കാണുന്നത്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് മധ്യവും വരച്ചു. തെക്ക് പടിഞ്ഞാറല്ല, തെക്ക് വടക്ക്. ഇത് ആ കർണമാണ്. വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറേക്കുള്ള ആ കർണം. അപ്പൊ ഇത് ഓവർഹെഡ് വാട്ടർ ടാങ്കിന് ഉത്തമമായ സ്ഥലമാണ് അവിടെ നീല നിറത്തി കാണിച്ചിരിക്കുന്നത്. കാരണം കർണത്തെ വേദിക്കാൻ പാടില്ല. അതുപോലെ മധ്യരേഖകളെ വേദിക്കാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറായിരിക്കണം. ആ തെക്ക് വശത്തെ 3 ആയിട്ട് ഭാഗിക്കുമ്പോൾ പടിഞ്ഞാറെ അറ്റത്തുള്ള 3-1 ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് തെക്ക് വശത്തെ 3 ആയിട്ട് ഭാഗിക്കുമ്പോൾ പടിഞ്ഞാറെ അറ്റത്തുള്ള 3-1 ആ നീല നിറത്തിലുള്ള അത് ഓവർഹെഡ് വാട്ടർ ടാങ്കിന് ഉത്തമമായ സ്ഥലമാണ്. അതുപോലെ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഉത്തമമാണ്. കാരണം അത് രണ്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്
അത് കർണത്തെ വേദിച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തുമാണ്. തെക്ക് വശത്തെ മൂന്നായിട്ട് ഭാഗിക്കുമ്പോൾ പടിഞ്ഞാറ് അറ്റത്തുള്ള 1/3 ഇത് രണ്ടും നിൽക്കുന്നത്. ഈ രണ്ട് കാണിച്ചിരിക്കുന്നത് ഉത്തമമായ സ്ഥലമാണ് ഓവർ ഹെഡ് വാട്ടർ ടാങ്കിന്. ഇനിയിപ്പോൾ ഇത് നോക്കുക, ഇത് ഉത്തമമാണ്. കാരണം ഇത് സൗത്ത് വെസ്റ്റിലാണ്. ആ സൗത്ത് വെസ്റ്റിലുള്ള ഭാഗത്താണ്. ഇതും കർണത്തെ വേദിച്ചിട്ടുമില്ല. അതിലിപ്പുറത്ത് വേറൊരെണ്ണം അതുപോലെ ഇത്. ഈ 4 സ്ഥലങ്ങളും ഓവർ ഹെഡ് വാട്ടർ ടാങ്കിന് നല്ല സ്ഥലങ്ങളാണ്. കർണത്തെ വേദിക്കാൻ പാടില്ല. എല്ലാം ഇത് 4 കാണിച്ചിരിക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇത് ഉത്തമമായ സ്ഥലമാണ്. ആ നീലനിറത്തിൽ ചെറിയ സർക്കിൾ കാണിച്ചിരുന്ന ഉത്തമമായ സ്ഥാനങ്ങളാണ്. ഇനിയിപ്പോൾ നോക്കുക, മഞ്ഞ നിറം നോക്കുക, തെക്കിൻ്റെ മധ്യമാണ്. തെക്കിൻ്റെ മധ്യത്ത്, പക്ഷെ അത് മധ്യരേഖ പിന്നെ വേദിക്കാൻ പാടില്ല. വടക്കിൻ്റെ മധ്യത്തിൽ നിന്ന് തെക്കിൻ്റെ മധ്യത്തേക്കുള്ള രേഖയെ വേദിക്കാതെ അതിൻ്റെ മുകളിലോ താഴെയോ വരാം. ഇത് രണ്ടും വരാം. ഇത് രണ്ടും മധ്യമമാണ് മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പടിഞ്ഞാറിൻ്റെ മധ്യം, പടിഞ്ഞാറിൻ്റെ മധ്യത്തിലും നമുക്ക് മധ്യരേഖ വേദിക്കാതെ വരാം. അവിടെ രണ്ടെണ്ണം. ഇത് ആ 4 സ്ഥലങ്ങളും മധ്യമമാണ്. മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്ന 4ഉം മധ്യമമാണ്. ചുമന്ന നിറത്തിൽ കാണിച്ചു നോക്കുക, സൗത്ത് ഈസ്റ്റിലെ റെഡ് കളർ, അത് തെക്ക് കിഴക്കാണ്. തെക്ക് കിഴക്ക് അധമമാണ്. അതുപോലെ വടക്ക് കിഴക്കും അധമമാണ്. ആ ചുമന്ന നിറത്തിൽ കാണിച്ചു നോക്കുക. വടക്കിന്റെ മധ്യവും അധമമാണ്, നല്ലതല്ല. കിഴക്കിന്റെ മധ്യവും നല്ലതല്ല. ഇവിടെ നിന്ന് വാട്ടർ ടാങ്ക് വരാൻ പാടില്ല, ഓവർ ഹെഡ് വാട്ടർ ടാങ്ക്. മധ്യഭാഗത്ത്, അതായത് ബ്രഹ്മസ്ഥാനം ആണ് മധ്യഭാഗം, അവിടെയും സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. വടക്ക് പടിഞ്ഞാറും ടാങ്കുകളൊന്നും വരാൻ പാടില്ല. മുകളിൽ നോക്കുക, ഉത്തമം, മധ്യമം, അത് ചുമന്ന നിറത്തിൽ കാണിക്കുന്ന എല്ലാ അധമ സ്ഥാനങ്ങളാണ്. ഉത്തമമായ സ്ഥലങ്ങൾ ആ 4 സ്ഥലങ്ങളേ ഉള്ളൂ. ഹലോ സാറേ, അധമസ്ഥാനത്ത് വന്നാൽ സംഭവിക്കുക? അധമസ്ഥാനത്ത് കിണർ വന്നാൽ എന്താ സംഭവിക്കുക? ഇത് കിണറല്ല, ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ആണ്. നമ്മൾ ഈ കാണിച്ചിരുന്ന കിണറല്ല. ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റിലാണ് വരുന്നതെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ അഗ്നിയുടെ സ്ഥലത്ത് കിണർ വരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും സംഘർഷം, അതായത് ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലുള്ള അകൽച്ചയും അവർ തമ്മിലുള്ള കലഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ മാനസിക ഐക്യം ഇല്ലാത്ത ഇതുണ്ടാവും. സൗത്ത് ഈസ്റ്റാണ്. ഞാൻ ഓരോ ഭാഗത്തും ഓരോ റിസൾട്ടാണ് പറയുന്നത്. ഇപ്പം പിന്നെ ഈശാന്യമൂലയുടെ ഭാഗത്താണ് അവരുടെ വലിയ വെയിറ്റ് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ്. ഈശാന്യമൂലയുടെ ഭാഗത്ത് ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് വന്നാൽ, കാരണം നമുക്ക് നമ്മുടെ തലയിലൊരു വലിയ ഭാരം കയറ്റി വയ്ക്കുന്ന പോലെയാണ്. വാസ്തുപുരുഷന്റെ തലയുടെ ഭാഗമാണ് ഈശാന്യമൂല എന്ന് പറയുന്നത്. അവിടെ ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് വരും, തലയിലൊരു വലിയ വെയിറ്റ് എടുത്ത് വെക്കുന്നവരെ. അപ്പോൾ നമുക്ക് കടബാധ്യത വളരെ കൂടും. നമുക്ക് കടബാധ്യത വലിയ കൂടിയാൽ തലയിലൊരു വലിയ വെയിറ്റ് വരുന്ന പോലെയാണ്. നമുക്ക് ഒരുപാട് കടമുണ്ട്, ആ കടം അടച്ചു തീർക്കാൻ സാമ്പത്തികമായിട്ട് കഴിവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വലിയൊരു ഭാരമാണത്. അപ്പോൾ അത് ആ ഒരു കടബാധ്യത കൂടുതൽ വരുന്നതാണ് നോർത്ത് ഈസ്റ്റ്. ഓരോന്നിനും ഓരോ ഇതാണ്. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. മാറ്റാമല്ലോ. ആരെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മുടെ ശുഭാശുഭ സ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട, ഇനി മറ്റ് ശുഭാശുഭ സ്ഥാനങ്ങൾ വേറെയുള്ള ഇതാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട കഴിഞ്ഞു. ഇനി അടുത്ത മറ്റുള്ള ശുഭാശുഭ സ്ഥാനങ്ങൾ. പക്ഷികൾക്ക് ഏറ്റവും നല്ല സ്ഥലങ്ങൾ. പക്ഷികൾ എന്ന് പറയുമ്പോൾ അത് ഉത്തമ പക്ഷികൾ വേറെ ഉണ്ട്, പറയാം. തെക്ക് കിഴക്ക് ഭാഗമാണ് പൊതുവെ, അതായത് അഗ്നിമൂലയുടെ ഭാഗമാണ് പൊതുവെ പക്ഷികൾക്ക് നല്ലത്. അന്തരീക്ഷ പദം 8ാമത്തെ, അത് നമ്മുടെ പിന്നെ പദങ്ങളായിട്ട് വയ്ക്കുമ്പോൾ 8ാമത്തെ പദം പക്ഷികൾക്ക് നല്ലതാണ്. കോഴിക്കൂടൊക്കെ വയ്ക്കാൻ വടക്ക് പടിഞ്ഞാറാണ് നല്ലത്. അത് രോഗന്റെ പദം 24ാമത്തെ പദം രോഗൻ. ആ 1ാമത്തെ പുസ്തകത്തിൽ നോക്കിയാൽ കാണാം രോഗന്റെ എവിടെയാണ്.
കോഴികൾക്ക് ആ ഭാഗമാണ് ഏറ്റവും നല്ലത്. ഉത്തമ പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മയിലാണ്. മയിലും തത്തയും ഉത്തമ പക്ഷിയിൽ വരും. അതുപോലെ ഗരുഡന് പിന്നെ സാധനം നമ്മൾ വളർത്താറില്ല, എന്നാലും അതൊക്കെ ഉത്തമ പക്ഷികൾ വരുന്നതാണ്. ഗരുഡൻ, തത്ത, മയില് ഒക്കെ. അത് ആപവത്സപദം 34-ാമത്തെ, അതായത് വടക്ക് കിഴക്ക് ഉള്ളിലായിട്ട് വരും. വടക്ക് കിഴക്ക് 32 വരെയാണ് വടക്ക് വശത്ത് ഏറ്റവും അവസാനം വരുന്നത്. അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടാണ് ആപവത്സപദവും ആപവധവും ആപവത്സപദവും. ആപൻ, ആപവത്സൻ 2 പദങ്ങൾ 33-ഉം 34. ആടുകൾക്ക് കന്നിമൂല, ദ്വാരപാലകന്റെയും സുഗ്രീവന്റെയും പദങ്ങൾ 18-ഉം 19. കുതിര, ആന അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം. ഈശാനമൂല. പൂന്തോട്ടം, തോട്ടങ്ങൾക്ക് ഏറ്റവും നല്ലത്. പുഷ്പദന്തപദം 20-ാമത്തത്. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറോട് അടുത്ത് വരും. പുരോഹിതർ, അത് വീട്ടിലെ പൂജയൊക്കെ നടക്കുമ്പോൾ അവരുടെ പുരോഹിതന്മാരോ അങ്ങനെ പൂജാരികളൊക്കെ ഒക്കെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് വടക്ക് വശമാണ് ഏറ്റവും നല്ലത്. സ്വർണം സൂക്ഷിക്കുവാൻ സോമപദം 29, അല്ലെങ്കിൽ മൃഗപദം 16, 2 കൊള്ളാം. വിനോദത്തിനുള്ള സ്ഥാനം വരുണപദം 21, അല്ലെങ്കിൽ ശോഷപദം 23, 2 കൊള്ളാം. ഒരു ക്ലബ്ബൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല കളികളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ഭാഗത്ത് നല്ലതാണ്. മീറ്റിങ്ങിനൊക്കെ വേറെ സ്ഥലം വെക്കണം. കളികൾക്കൊക്കെ ഏറ്റവും നല്ല വരുണപദവും ശോഷപദവും. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരും കഴിഞ്ഞില്ലെങ്കിൽ പറയാം. സാറേ, ഇത് വീടിനെയാണ് എങ്ങനെ ഭാവിച്ചിട്ട് കാണേണ്ടത്? വീടാണെന്നില്ല, ഒരു ക്ലബ്ബുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തും ആകും. ഇപ്പോൾ ഒരു റിസോർട്ടില് കളികൾക്കൊക്കെ ഉള്ള സ്ഥലം എവിടെ വേണം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഉത്തമമായ സ്ഥലമേ ഉള്ളൂ. ഇതൊന്നും അത്ര വലിയ ഇതല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് സ്ഥലങ്ങളാണ് വരുന്നതിലൊക്കെ ഒന്നും മറ്റേതിനും അതിൽ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട. പക്ഷെ സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ഞാൻ ചോദിച്ചത് ഈ പദം തിരിക്കല ഭൂമിയാണോ പദം തിരിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇപ്പൊ ആടുകളൊന്നും വീടിനകത്ത് വരില്ലല്ലോ. അപ്പോൾ വാസ്തുമണ്ഡലത്തിലെ ഭാഗത്തിലാണ്. ആന, കുതിര അതൊക്കെ വീടിനകത്ത് വരില്ല. പക്ഷെ സ്വർണം സൂക്ഷിക്കുന്ന വീടിനകത്തായിരിക്കും. അപ്പോൾ വീടിന്റെയാണ്. സോമപദവും മൃഗപദവും ഒക്കെ വീടിന്റെയാണ് സ്വർണം സൂക്ഷിക്കാൻ. പദങ്ങളായിട്ട് എടുക്കുന്നു. ഇല്ല, അത് വേറെ വരുന്നുള്ളൂ. അപ്പം അതോടെ പിന്നെ അശുഭ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അശുഭ സ്ഥാനങ്ങൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ പൊതു നിയമങ്ങൾ എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഈ പൊതു നിയമങ്ങൾ എന്ന് പറയുന്നത് ജനറൽ റൂൾസ്, ജനറലായിട്ടുള്ള ഇത് കുറേ ഈ ജനറൽ റൂൾസ് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പറയാത്ത കാര്യങ്ങളുമുണ്ട്. അത് കുറേ വാസ്തു സംബന്ധമായ ജനറലായിട്ടുള്ള കുറേ നിയമങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. കുറേ കാര്യങ്ങളിൽ അതൊരു മോർ ദാൻ 100 വരും, 100 കൂടുതൽ വരും. അത് ഓരോന്നായിട്ട് നോക്കാം. 11-ാമത് അധ്യായമാണ് പൊതു നിയമങ്ങൾ. ഒന്നാമത്തത്, ഒരു സെക്കൻഡ്, അത് രണ്ടാമത്തെ ബുക്കിലാണ് പൊതു നിയമങ്ങൾ വരുന്നത്. രണ്ടാമത്തെ ബുക്കിൽ 35-ാമത്തെ പേജിൽ പൊതു നിയമങ്ങൾ കിടപ്പുണ്ട്. അതാണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കും. ആദ്യത്തത്, ഒന്നാമത്തത് വായിക്കാം. ഉത്തരപ്പുറം ചുറ്റളവിന് പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഭിത്തിപ്പുറം ചുറ്റളവാണ് കൽപ്പിക്കേണ്ടത്.
നമ്മൾ സാധാരണ വാസ്തു ഗ്രന്ഥങ്ങളിലൊക്കെ ഉത്തരപ്പുറം ചുറ്റളം എന്ന് പറയുന്നത് കാരണം ശരിക്കും നമ്മുടെ ഉത്തരവും കഴിക്കോലും ഒക്കെ വെച്ചുള്ള പഴയ വീടുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഉത്തരപ്പുറം ചുറ്റളവാണ് പ്രാധാന്യം. പക്ഷെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ അതിന് പ്രാധാന്യമില്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഭിത്തിപ്പുറം ചുറ്റളവാണ് നോക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ. ഉത്തരപ്പുറം ചുറ്റളവിന് പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഭിത്തിപ്പുറം ചുറ്റളവ് കൽപ്പിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ രണ്ടാമത്തത് ഗൃഹത്തിന്റെ അധിഷ്ഠാനം, അതായത് ബേസ്മെന്റ്. ഇപ്പൊ നമ്മള് അത് നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ഭിത്തിയും ബേസ്മെന്റും ഒരേ തൂക്കിൽ നമ്മൾ ഇറക്കണം. അതായത് പത്തിരിപ്പില്ലാതെ, ഭിത്തിയിൽ നിന്ന് പത്തിരിപ്പില്ലാതെ ബേസ്മെന്റും ഭിത്തി ഒരേ ലെവലിൽ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ഭിത്തിപ്പുറം ചുറ്റളവും ബേസ്മെന്റിന്റെ അല്ലെങ്കിൽ അധിഷ്ഠാനത്തിന്റെ ചുറ്റളവും തുല്യമായി ഒന്നായിരിക്കും. അപ്പം അധിഷ്ഠാനത്തിന് പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പത്തിരിപ്പ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ, ഭിത്തിപ്പുറം ചുറ്റളവ് കഴിഞ്ഞിട്ട് ബേസ്മെന്റ് അല്പം പത്തിരിപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബേസ്മെന്റ് ചുറ്റളവ് പ്രത്യേകം നോക്കണം. ബേസ്മെന്റ് ചുറ്റളവ് മരണച്ചുറ്റാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ പിന്നെ ഗ്രഹത്തിന്റെ അധിഷ്ഠാനത്തിന്റെ ചുറ്റളവ്, അധിഷ്ഠാനം ബേസ്മെന്റ് ചുറ്റളവ് വിധിക്ക് യോനിയിൽ, വിധിക്ക് യോനി ധൂമം, കുക്കുരം, ഖരം, വായസ്സും ആകുവാൻ പാടില്ല, മരണച്ചുറ്റും പാടില്ല. ബേസ്മെന്റ് ചുറ്റളവ് മരണച്ചുറ്റു പാടില്ല. അതുപോലെ പിന്നെ നമ്മള് അശുദ്ധ യോനികൾ അല്ലെങ്കിൽ വിധിക്ക് യോനികൾ എന്നൊക്കെ പറയുന്നതാണ് ധൂമം, കുക്കുരം, ഖരം, വായസം. ഈ 4 യോനികളും പാടില്ല. അതുപോലെ അധിഷ്ഠാനത്തിന്റെ ചുറ്റളവ് വിധിക്ക് യോനിയിലും മരണച്ചുറ്റും പാടില്ല. ചുവന്ന മഷി അതാണ്. അത് രണ്ടാമത്തത്. മൂന്നാമത്തത് ഗ്രഹദീർഘ മധ്യത്തിലും വിസ്താര മധ്യത്തിലും ഭിത്തികളും സ്തംഭങ്ങളും വരാൻ പാടില്ല. അത് നോക്കാം. ഇത് രണ്ടാമത്തെ തന്നെയാണ് പത്രമാനം അല്ലെങ്കിൽ പത്തിരിപ്പ്. പത്തിരിപ്പ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഭിത്തിപ്പുറം ചുറ്റളവും നമ്മൾ ഭിത്തിപ്പുറം ചുറ്റളവ് ഉത്തമം എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അധിഷ്ഠാനത്തിന്റെ ചുറ്റളവും അത് തന്നെയായിരിക്കും. പത്രമാനം അല്ലെങ്കിൽ പത്തിരിപ്പ് ഇല്ലെങ്കിൽ. പത്തിരിപ്പ് ഉണ്ടെങ്കിൽ അധിഷ്ഠാനത്തിന്റെ ചുറ്റളവ് പ്രത്യേകം നോക്കണം. പത്രമാനം ശരിക്കും ആവശ്യമില്ല. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ്മെന്റ് അല്ലെങ്കിൽ അധിഷ്ഠാനത്തിന്റെ ചുറ്റളവ് പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് ഗൃഹദീർഘ മധ്യത്തിലും വിസ്താര മധ്യത്തിലും ഭിത്തികൾ, സ്തംഭങ്ങൾ എന്നിവ പാടില്ല. ഗൃഹദീർഘ മധ്യത്തിലും വിസ്താര മധ്യത്തിലും ഭിത്തികളും സ്തംഭങ്ങളും പാടില്ല. സെക്കൻഡ്. ഇപ്പൊ ഇത് ഒരു വീടാണ്, ഗ്രഹത്തിന്റെ ഇതാണ്. അതിന്റെ നീളത്തിന്റെയും വീതിയും മധ്യരേഖകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയൊന്നും ഗ്രഹമധ്യ ഇപ്പൊ ഇതൊരു ഭിത്തി, ഇങ്ങനെ ഒരു ഭിത്തി വരാൻ പാടില്ല. ആ നീലനിറത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭിത്തി ആണെങ്കിൽ അത് പാടില്ല. അതിപ്പം ഗ്രഹത്തിന്റെ വീതിയുടെ മധ്യരേഖയിലാണ് ആ ഭിത്തി വന്നേക്കുന്നത്. അത് വരാൻ പാടില്ല. അതുപോലെ താഴോട്ട് ഈ 4 വശത്തും ഈ ആ ഭിത്തി കാണിച്ചിരിക്കുന്ന 4 വശത്തും മധ്യരേഖ കാണിച്ചിരിക്കുന്ന 4 വശത്തും ഭിത്തികൾ അതിന്റെ ആ ഭിത്തി അതിന്റെ നേരെ പുറത്ത് ഇങ്ങനെ വരാൻ പാടില്ല. അത് തൂണും വരാൻ പാടില്ല. ഇതൊക്കെ ഭിത്തിയാണ്. ഇവിടെ 2 കാണിച്ചിട്ടുള്ളൂ, 4 അത് പാടില്ല. ഇത് പാടില്ല. അത് ഇത് തൂണ് നോക്കാം, തൂണ് മോളി വരുന്ന നോക്കാം. അവിടെയും പാടില്ല. ആ ലൈനിൽ ഒരിടത്തും പാടില്ല. അവിടെയും പാടില്ല. 4 പാടില്ല. ഇതൊക്കെ തൂണാണ്, അതും പാടില്ല. അതായത് ഗ്രഹത്തിന്റെ ദീർഘമധ്യത്തിലും വിസ്താര മധ്യത്തിലും ആ നീളത്തിന്റെ പകുതി എടുക്കുമ്പോഴും വീതിയുടെ പകുതി എടുത്താലും ആ രേഖകളിൽ തൂണോ ഭിത്തിയോ പാടില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആണ് മൂന്നാമത്തത്. അവിടെ ജനലോ വാതിലോ വരണോ അല്ലേ? കേട്ടില്ല. അല്ല, ഭിത്തി വരാണ്ട് അവിടെ ജനലോ വാതിലോ വരണ്ടേ ആ സ്ഥലത്ത്? അല്ലല്ല, ജനലും വാതിലും അവിടെ വരില്ലല്ലോ. ഇതിങ്ങനെ ഭിത്തിയിൽ അത് ഇത് അതായത് ഗ്രഹമധ്യ സൂത്രത്തിലാണ് ഭിത്തിയോ വാലോ വരുന്നത്. ഇതില് ഭിത്തിയോ വാലോ എന്നല്ല, ഇതിൽ ഭിത്തിയോ വരാൻ പാടില്ല. ഇതിലിങ്ങനെ ഇങ്ങനെ ജനലും വാലും പറ്റിയ ഭിത്തി ഇങ്ങനെ കുറുകയല്ല, നീളത്തിലാണ് വരുന്നത്. കണ്ടില്ല ഭിത്തി ഇരിക്കുന്ന കണ്ടില്ല എങ്ങനെയാണെന്ന്. അപ്പൊ ഒരറ്റത്ത് മറ്റേ അറ്റം വരെ ഹോൾ കൊടുക്കാനോ അങ്ങനെ ഒക്കില്ലല്ലോ. മറ്റോളം കുഴപ്പമില്ല.
തിരിച്ചു ഭിത്തി വന്ന കുഴപ്പമില്ല അല്ലേ? തിരിച്ചു ഭിത്തി വന്നാൽ കുഴപ്പമില്ല. ആ ഭിത്തിയുടെ മുകളിൽ അതേ ഡയറക്ഷൻ അല്ല, ആ സെൻട്രൽ ലൈനിന്റെ മുകളിൽ അതേ ഡയറക്ഷനിൽ ഭിത്തി വരാൻ പാടില്ല. ക്ലിയർ ആയില്ലേ? ഹലോ, സംശയം ചോദിച്ച ക്ലിയർ ആയോ? മനസ്സിലായി. അതുപോലെ നാലാമത്തത്, ഭവന മധ്യത്തിൽ നിന്നും ഗമനം നീക്കി വേണം ദ്വാരമധ്യം അല്ലെങ്കിൽ കതകിന്റെ മധ്യം നിശ്ചയിക്കേണ്ടത്. നാലാമത്തത്, വീടിന്റെ മധ്യം, ആ മധ്യത്തിൽ കൂടെ ലൈൻ, ഇത് ഗൃഹനാഭി, അതായത് വീടിന്റെ മധ്യം. ഇപ്പൊ ആ ഒരു പിന്നെ നീല നിറം കാണിച്ചിരിക്കുന്നല്ലോ, ആ കാണിച്ചിരിക്കുന്നത് മെയിൻ ഡോറാണ്, വാതിലാണ്. മെയിൻ ഡോറാണ്. അപ്പൊ ദ്വാരമധ്യം, അപ്പൊ നമ്മൾ വീടിന്റെ മധ്യത്തിൽ കൂടെയാണ് ആ വലിയ ലൈൻ കാണിച്ചിരിക്കുന്നത്. ആ ചെറിയ ലൈൻ കാണിച്ചിരിക്കുന്നത് ഡോറിന്റെ മധ്യമാണ്. അത് മെയിൻ ഡോറിന്റെ മധ്യം, ദ്വാരമധ്യം. അപ്പൊ അത് തമ്മിൽ ഒരേ ലൈന് വരാൻ പാടില്ല. വീടിന്റെ മധ്യത്തിൽ നിന്നും ആ മധ്യഭാഗത്താണ് ഡോർ വരുന്നതെങ്കിൽ രണ്ട് മധ്യവും കൂടെ ഒരേ ലൈന് വരാൻ പാടില്ല. ദ്വാരമധ്യം അല്പം ഗമനം കൊടുത്ത് കുറച്ച് മാറ്റി വേണം ചെയ്യാം. അത് എപ്പോഴും പ്രദക്ഷിണ ദിശയിൽ, ഇപ്പൊ ഇതിനകത്ത് കൊടുക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണ്. പ്രദക്ഷിണ ദിശയിൽ മറ്റൊന്ന് കൂടുതൽ നല്ലതാണ്. ചിലപ്പോൾ അപ്രദക്ഷിണ ദിശയിലും കൊടുക്കേണ്ടി വരും. പക്ഷെ ഏറ്റവും നല്ലത് സാധിക്കുമെങ്കിൽ വീടിന്റെ മധ്യത്തിൽ നിന്ന് പ്രദക്ഷിണ ദിശയിൽ മാറിയിട്ട് വേണം ദ്വാരമധ്യം കൊടുക്കാൻ. ഇതാണ് ഗമനം എന്ന് പറയുന്നത്. മാറുന്നതിന് ഗമനം എന്ന് പറയും. ഗമനം നീക്കി വേണം, ഗൃഹമധ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഗൃഹനാഭിയിൽ നിന്നും ഗമനം നീക്കി വേണം ദ്വാരമധ്യം അല്ലെങ്കിൽ കതകിന്റെ മധ്യം കൊടുക്കാൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത എടുക്കാൻ ആരെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പറയണം. അടുത്തതിലൂടെ മാറുകയാണ്. അതുപോലെ ഇതിനകത്ത് പുസ്തകത്തിനകത്ത് ആറാമത്തെ നോക്കുക, അതായത് അഞ്ചാമത്തെ നോക്കുക. അഞ്ചാമത്തത് 35ാമത്തെ പേജില്, ഭവനത്തിന്റെ പുറത്തെ ചുറ്റളവും മുറികളുടെ അകത്തെ ചുറ്റളവുകളും ശാസ്ത്രപ്രകാരം നിശ്ചയിക്കണം. അതായത് നമ്മൾ ചുറ്റളവ് നോക്കുമ്പം വീടിന്റെ വെളിയിലത്തെ ചുറ്റളവ്, നമ്മൾ ആയാതി ഷഡ്വർഗ്ഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവ് ഇതെല്ലാം നോക്കി വേണം നമ്മൾ വെളിയിലത്തെ ചുറ്റളവ് നോക്കാൻ. അതാണ് ഭവനത്തിന്റെ പുറത്തെ ചുറ്റളവ്. പിന്നെ മുറികളുടെ അകത്തെ ചുറ്റളവും മരണചുറ്റും അങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല. അത് ഏറ്റവും ഉത്തമമാണ്, നല്ലത്, പക്ഷെ അഥവാ ഉത്തമം അല്ലെങ്കിൽ മരണചുറ്റും അങ്ങനത്തെ ദോഷമായ ചുറ്റളവൊന്നും വരാൻ പാടില്ല. അങ്ങനെ ഭവനത്തിന്റെ പുറത്തെ ചുറ്റളവും മുറികളുടെ അകത്തെ ചുറ്റളവുകളും ശാസ്ത്രപ്രകാരം നിശ്ചയിക്കണം. പുറത്തെ അളവിന്, അത് പുറത്തെ ചുറ്റളവിന് ആയാതി ഷഡ്വർഗ്ഗങ്ങളും ആയുസ്സും എല്ലാം കണക്കിലെടുക്കണം. എന്നാൽ മുറികളുടെ അകത്തെ ചുറ്റളവിന് മരണചുറ്റ് നിഷിദ്ധമാണ്. മരണചുറ്റ് ഒരിക്കലും പാടില്ല. ബാക്കി ഏറ്റവും ഉത്തമമാകുന്നതാണ് എപ്പോഴും നല്ലത്. അകത്തെ ചുറ്റളവ് ഉത്തമമാകുന്നത് കൂടുതൽ ഐശ്വര്യകരമാണ്. അതുപോലെ അടുക്കള എടുക്കുമ്പോൾ, അപ്പം പിന്നെ അടുക്കളയുടെ അകത്തെ ചുറ്റിന് ഏകാദശി തിഥി പാടില്ല. അപ്പോൾ അടുക്കളയുടെ അകത്തെ ചുറ്റ് നമ്മൾ കണ്ടിട്ട് അതിൽ നമ്മൾ അതിൻ്റെ തിഥി നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഏകാദശി വരാൻ പാടില്ല. ഏകാദശി തിഥിയുള്ള അടുക്കളയിൽ അന്നം മുട്ടുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് അടുക്കളയ്ക്ക് ഇത് പാടില്ലെന്ന്. അതാണ് അടുക്കളയുടെ അകത്തെ ചുറ്റിന് തിഥി ഏകാദശി അശുഭമാണ്. തൊട്ടടുത്തോ വാതിലുകൾ നേർക്കുനേരെയോ വരുന്ന കിടക്കമുറികളിൽ ഒന്നിന്റെ ചുറ്റി ഗജയോനിയാണെങ്കിൽ മറ്റേതിന് സിംഹയോനി അശുഭമാണ്. ഇപ്പൊ നമ്മൾ അടുത്തടുത്ത് വരുന്ന രണ്ട് മുറി, ഒരു ബെഡ്റൂം തൊട്ടടുത്ത് വേറെ ബെഡ്റൂമാണ് നിൽക്കട്ടെ, അങ്ങനെ അടുത്തടുത്ത് വരുന്ന ബെഡ്റൂം തന്നെ വേണമെന്നില്ല, ഏത് മുറിയായാലും അടുത്തടുത്ത് വരുന്ന രണ്ട് മുറികളിൽ ഒന്നിന് ഗജയോനി ആണെങ്കിൽ മറ്റേതിന് സിംഹയോനി പാടില്ല. കാരണം സിംഹയോനിയും ഗജയോനിയും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് ഒരു മുറിക്ക് സിംഹയോനി ആണെങ്കിൽ തൊട്ടടുത്ത മുറി ഗജയോനി നല്ലതല്ല. അത് തിരിച്ചും. അതുപോലെ തന്നെ പിന്നുള്ളത് നമുക്ക് പിന്നെ ഇതിനകത്ത് പദമുള്ളൂ, അതായത് തൊട്ടടുത്തോ വാതിലുകൾ നേർക്കുനേരെ, ഒരു മുറി വരുന്നു, അതിൻ്റെ വാതിലിൻ്റെ നേരെ വേറൊരു മുറിയുടെ വാതിൽ വരുന്നു, അതിന് വാതിലുകൾ നേർക്കുനേരെ വരിക, രണ്ട് മുറികളുടെ വാതിലുകൾ നേർക്കുനേരെ വരിക. അങ്ങനെ വരികയാണെങ്കിൽ ആ രണ്ട് മുറികൾക്ക് ഒന്ന് ഗജമാണെങ്കിൽ മറ്റേതിന് സിംഹം പാടില്ല. സിംഹവും ഗജവും തമ്മിൽ ചേരാത്തതുകൊണ്ട്. അതാണ് തൊട്ടടുത്തോ വാതിലുകൾ നേർക്കുനേരെയോ വരുന്ന കിടക്കമുറികളിൽ ഒന്നിന്റെ ചുറ്റി ഗജയോനിയാണെങ്കിൽ മറ്റേതിന് സിംഹയോനി അശുഭമാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ
അല്ല പഠിക്കുന്ന സമയത്ത് കിഴക്കോട്ട് അതായത് പഠിക്കുന്ന കുട്ടികൾ കിഴക്കോട്ട്, അതായത് കിടക്കുമ്പോൾ ഉറങ്ങാൻ പഠിക്കുമ്പോഴും കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. അവർ ഉറങ്ങാൻ കിടക്കുമ്പോഴും കുട്ടികൾ പഠിക്കുന്ന, അതായത് ഉദ്ദേശം ഒരു 20-22 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ, അതുവരെയാണ് നമ്മുടെ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 20-22 വയസ്സ് വരെ ആ ബ്രെയിൻ അതിന്റെ ഫിസിക്കലായിട്ട് അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. 22 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിപ്പം ഫിസിക്കലായിട്ടുള്ള സൈസ് അധികം കൂടില്ല. അപ്പോൾ ആ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഉണ്ടാകുന്ന കാലം ഒരു 10-20-22 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കിഴക്കോട്ട് കിടക്കുന്നതാണ് കുട്ടികൾക്ക്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കിഴക്ക് വശത്തോട്ട് തലവെച്ച് കിടക്കുന്നതാണ് നല്ലത്. ആ പ്രായം കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് 6. പഠിക്കുന്ന കുട്ടികൾ കിഴക്കോട്ടും പ്രായമായവർ തെക്കോട്ടും തലവെച്ച് കിടക്കുന്നതാണ് ഉത്തമം. അതനുസരിച്ച് വേണം കിടപ്പ് മുറികൾ സംവിധാനം ചെയ്യേണ്ടത്. അത് 7-മത്തത് ഭക്ഷണം കഴിക്കുമ്പോൾ. നമ്മുടെ ഡൈനിങ് റൂമിൽ നമ്മുടെ മേശയും കസേരയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കിയിരുന്ന് ആഹാരം കഴിക്കുന്നത് നല്ലതാണ്, ശുഭമാണ്, അല്ലെങ്കിൽ അത് ഉത്തമമാണ്. നമ്മൾ കിഴക്കോട്ട് നോക്കി ആഹാരം കഴിക്കാം, കിഴക്കോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കാം, രണ്ടും നല്ലതാണ്. വടക്കോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കുന്നത് മധ്യമമാണ്. വേണമെങ്കിൽ ആകാം, പക്ഷെ നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഉത്തമമല്ല, അത് മധ്യമമാണ്. തെക്കോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കുന്ന അധമമാണ്, പാടില്ല എന്നാണ്. തെക്ക് ദിശയിലോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല. അതാണ് ഫുഡിന്. അതായത് 7. ഭക്ഷണം കഴിക്കുമ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായിരുന്ന് കഴിക്കുന്നത് ഉത്തമം, വടക്കോട്ട് മധ്യമം, തെക്കോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കുന്നത് നിഷിദ്ധമാണ്, പാടില്ല. പിന്നെ 8-മത്തത് നമ്മൾ അടുക്കളയിൽ തീ കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുക്കളയിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ പാചകം ചെയ്യുന്ന ആൾ ഏത് ദിശയിലേക്ക് നോക്കണം? അത് പാചകം ചെയ്യുന്ന ആൾ കിഴക്കോട്ട് നോക്കിയെന്ന് പാചകം ചെയ്യുന്നതാണ് അത്യുത്തമം. കിഴക്ക് ദിശയിലേക്ക് നോക്കി പാചകം ചെയ്യുന്നത് അത്യുത്തമം, വടക്ക് ദിശയിലോട്ട് നോക്കി പാചകം ചെയ്യുന്നത് ഉത്തമം, പടിഞ്ഞാറോട്ട് നോക്കി പാചകം ചെയ്യുന്നത് മധ്യമം, തെക്കോട്ട് നോക്കി പാചകം ചെയ്യുന്ന അധമം, പാടില്ല. തെക്കോട്ട് നോക്കിയെന്ന് പാചകം ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ലത് കിഴക്കോട്ട് നോക്കി പാചകം ചെയ്യുന്നത്, അല്ലെങ്കിൽ 2-മത്തെ സ്ഥാനം വടക്കോട്ട് നോക്കി പാചകം ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറോട്ട് നോക്കി മധ്യമമാണ് പാചകം ചെയ്യാം. തെക്കോട്ട് നോക്കി പാചകം ചെയ്യാൻ പാടില്ല, അധമമാണ്. അതാണ് 8. അടുക്കളയിൽ തീ കത്തിക്കുന്നത് കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിന്ന് ഉത്തമം, വടക്കോട്ട് മധ്യമം, പടിഞ്ഞാറേക്ക് അത്ര ശുഭമല്ല, തെക്ക് പാചകം ചെയ്യാൻ പാടില്ല. പിന്നെ 9-മത്തത്, ഇപ്പൊ നമ്മളൊരു തായ് വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭിത്തി പൊങ്ങിയിരിക്കുന്ന ഒരു ഭിത്തിയുടെ പൊക്കം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റൂഫ് നോക്കുക, റൂഫ് പൊങ്ങിയിരിക്കുന്നതെല്ലാം തായ് വീടാണ്. നമ്മുടെ എക്സ്റ്റൻഷനായിട്ടൊക്കെ ചിലപ്പം ലിൻഡൽ ലെവലിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുറി ചെയ്താൽ അത് തായ് വീട് വരില്ല, അതൊക്കെ എക്സ്റ്റൻഷനായിട്ട് വരും. അപ്പോൾ അതാണ് ഇവിടെ നോക്കുന്നത്. അതായത് നോക്കുക, അത് 9-മത്തെ ഇതാണ്. ഇത് ഒരു വീടാണ്, ഇത് എലിവേഷനാണ്, മുകളിൽ റൂഫും താഴെ ഭിത്തി ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് തായ് വീടാണ്. അപ്പോൾ അതിനൊരു എക്സ്റ്റൻഷൻ ചെയ്യാനിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്റ്റൻഷൻ വരുന്നു, അതിൻ്റെ റൂഫ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു, അതിൻ്റെ പ്രത്യേക റൂഫ് കാണിക്കുന്നു. അത് ഇതിങ്ങനെ ആകാം, അല്ലെങ്കിൽ സ്ലാൻഡിങ് റൂഫ് ആകാം, അല്ലെങ്കിൽ ലിൻഡൽ ലെവലിലുള്ള റൂഫ് ആകാം, ഇതൊക്കെ ആകാം. അപ്പോൾ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഒരു ഭാഗത്തിന് ഭിത്തിക്ക് അല്ലെങ്കിൽ റൂഫ് പൊങ്ങിയിരിക്കുന്നു, മറ്റേ ഭാഗത്ത് താന്നിരിക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്തായാലും ആ പൊങ്ങിയിരിക്കുന്ന റൂഫുള്ളതായിരിക്കും തായ് വീട്, മറ്റേത് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ടേ വരുള്ളൂ. ഇത് എക്സ്റ്റൻഷനായിട്ടേ വരുള്ളൂ. എപ്പോഴും അങ്ങനെ കുറേ മുറികൾ ഇത് ഫ്ലോർ ലെവൽ നോക്കേണ്ട ആവശ്യമില്ല. ഫ്ലോർ ലെവൽ താന്നിരുന്നാലും പൊങ്ങിയിരുന്നാലും അത് തായ് വീടിനെ ബാധിക്കില്ല. റൂഫ് ലെവലാണ് നോക്കേണ്ടത്. റൂഫ് ലെവൽ പൊങ്ങിയതൊക്കെ തായ് വീട് വരും, താന്നിരിക്കുന്നതൊക്കെ തായ് വീട് വരില്ല, അത് എക്സ്റ്റൻഷനായിട്ട് വരും. അതാണ് 9-മത്തത്. നമ്മൾ നോക്കിയതാണ്. ഇപ്പൊ ഇവിടെ ഒരു
നമ്മുടെ തായ് വീടിന്റെ ചുറ്റി കാണുന്നതിനെ പറ്റി എക്സാമ്പിളാണ്. പുസ്തകത്തിൽ അതില്ല, ഈ കാണിക്കുന്ന പുസ്തകത്തിൽ ഇല്ല. ഇല്ല. 9 തന്നെ വേറെ ഇപ്പൊ ഇവിടെ നോക്ക്. ഇത് ആ തായ് വീട് 1200 സെന്റിമീറ്റർ ഇപ്പൊ അതിന്റെ ആ നീളം വരുന്നു. അതിന്റെ പൊക്കം 1000. ഇത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നു. ഇത് ശരിക്കും പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്, പൊക്കമല്ല, ഇത് പ്ലാനാണ്. അതായത് ആ തായ് വീടിന്റെ നീളം 1200 വീതി 1000. അതിനൊരു എക്സ്റ്റൻഷൻ പോലെ വന്നേക്കും, ഒരു മുറി എക്സ്റ്റൻഷൻ പോലെ വന്നേക്കുന്നു. അതിന്റെ ഹൈറ്റ് കുറവാണ്, അത് റൂഫിന്റെ ഹൈറ്റ് കുറവാണ്, ഇത് എക്സ്റ്റൻഷനാണ്. അത് ലിൻഡർ ലെവലിലോട്ട് കെട്ടിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ റൂഫ് ലെവൽ താത്തിച്ചിരിക്കുകയായിരിക്കും. സ്ലോപ്പിംഗ് റൂഫ് ആയാലും അത് എക്സ്റ്റൻഷനായിട്ടേ വരുള്ളൂ. ആ നീളം 600 ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈ ചുറ്റളവ് തായ് വീടിന്റെ എത്രയായിരിക്കും ചുറ്റളവ്? നിങ്ങൾ ആരും പറയാമോ? തായ് വീടിന്റെ ചുറ്റളവ് എത്രയായിരിക്കും നോക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയുക. തായ് വീടിന്റെ ചുറ്റളവ് 4400. അതായത് തായ് വീടിന്റെ നീളം 1200 ആണ്, തായ് വീടിന്റെ വീതി 1000 ആണ്. ചുറ്റളവ് പറഞ്ഞാൽ നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ 1200 1000 കൂടെ കൂട്ടുമ്പോൾ 2200 വരും. 2200 2 കൊണ്ട് കൂടിയുമ്പോൾ 4400 വരും. അപ്പൊ 4400 ആണ് തായ് വീടിന്റെ ചുറ്റളവ്. ഇനി മൊത്തം വീടിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള ചുറ്റളവാണ്. അതെത്ര വരുമെന്ന് പറയാം? മൊത്തം ചുറ്റ് ആരെങ്കിലും പറയാം? നോക്കി പറയാം. ഇതൊക്കെ നമുക്ക് പിന്നീട് കണക്കൊക്കെ ചെയ്യാൻ ഇതുപോലത്തൊക്കെ വരും. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. മൊത്തം വീടിന്റെ ചുറ്റളവ് പറഞ്ഞാൽ അങ്ങനെ കാണും. ആറ് എണ്ണൂറ് അല്ലല്ലോ, 4400 5000 അല്ല, 600 അല്ല. ആരെങ്കിലും പറയാമോ? അതായത് ഇവിടെ നോക്കുക, പിന്നെ ഇപ്പൊ 2 ചുവന്ന വരെ നോക്കുക, 2 ചുവന്ന വരെ നോക്കുക. അതായത് ഇത് മൊത്തം വീടിന്റെ വീതി 5600. 5600 കറക്റ്റ് ആണ്. ഈ നീളം എടുക്കണം. ഈ നീളം എടുക്കുമ്പോൾ ഇപ്പൊ ആ ചുവന്ന വര വരുന്നതാണ് ചുറ്റളവ് വരുന്നത്. അപ്പൊ അതില് ഇപ്പൊ നോക്കുക, ആ ഒരു പിന്നെ അതിന്റെ എടുക്കുമ്പോൾ 600 1200 കൂടെ കൂടും. തായ് വീടിന്റെ ചുറ്റളവിന്റെ കൂടെ 600 കൂടെ 1200 കൂടുമ്പോൾ 4400 5600 വരും. ക്ലിയർ ആയ? ആർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ ഇതാ ഇങ്ങനെ ഈ തായ് വീടിന്റെ ചുറ്റളവും മൊത്തം വീടിന്റെ ചുറ്റളവും ഒക്കെ നമ്മൾ ഏതെങ്കിലും ഈ വീട് നോക്കുമ്പോൾ നമ്മൾ തായ് വീടിന്റെ ചുറ്റളവ് പ്രത്യേകം കാണണം, മൊത്തം വീടിന്റെ ചുറ്റളവും കാണണം. പത്താമത്തത് പിന്നെ നമ്മളെ അതായത് ഒരു വീടിന്റെ സെക്കൻഡ് അപ്പം 10 വരുന്നത് ഇപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പം എല്ലാ മുറികളുടെയും തറ ലെവൽ വേണേൽ ഒരേ ലെവലാകാം, അതുപോലെ റൂഫ് ലെവലും ഒരേ ലെവലാകാം. അതൊക്കെയാണ്. എല്ലാ മുറികളുടെയും ഫ്ലോർ ലെവലും റൂഫ് ലെവലും ഒരേ ലെവലിലായ ഓക്കെയാണ്. അതിന് യാതൊരു ദോഷമില്ല. പക്ഷെ റൂഫിന്റെ ലെവലായാലും ഫ്ലോർ അതായത് തറയുടെ ലെവലായാലും ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു മുറി ഇച്ചിരി താത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറി ഇച്ചിരി പൊക്കി ചെയ്യുന്നു, അതിന് തറ ഫ്ലോർ ലെവൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കന്നിമൂലയുടെ ഭാഗത്തുള്ള മുറിയുടെ തറയായാലും റൂഫായാലും അത് ഏറ്റവും പൊങ്ങിയിരിക്കണം. അതിനേക്കാൾ പൊങ്ങി മറ്റൊരു മുറി പാടില്ല. കന്നിമൂലയേക്കാൾ പൊങ്ങി മറ്റൊരു മുറിയുടെയും ഫ്ലോർ ലെവലോ റൂഫ് ലെവലോ പാടില്ല.
അതുപോലെ തന്നെ ഈശാന്യമൂലയുടെ ഫ്ലോർ ലെവലും അതുപോലെ റൂഫ് ലെവലും ഏറ്റവും താണിരിക്കണം. ഈശാന്യമൂലയേക്കാൾ താഴ്ന്നും പാടില്ല. ഈശാന്യമൂലയേക്കാൾ താഴ്ന്നോ കന്നിമൂലയേക്കാൾ പൊങ്ങിയോ മറ്റൊരു മുറിയുടെയും ഫ്ലോർ ലെവലോ റൂഫ് ലെവലോ പാടില്ല. പല വീടുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണിത്. പല വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു ദോഷമാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ലെവൽ ഡിഫറൻസ് എല്ലാ മുറിയും ഒരുപോലെയാണെങ്കിൽ ഓക്കെയാണ്. ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കന്നിമൂലയേക്കാൾ പൊക്കമുള്ള, അത് ഫ്ലോർ ലെവലും റൂഫ് ലെവലും രണ്ടും, കന്നിമൂലയേക്കാൾ പൊക്കമുള്ള മറ്റൊരു മുറിയും പാടില്ല. ഈശാന്യമൂലയേക്കാൾ താഴ്ന്ന ഒരു മുറിയും പാടില്ല. അത് നമ്മൾ അതാണ് പിന്നെ നമ്മുടെ 10ാമത്തെ എഴുതിയിരിക്കുന്നത്. ഗ്രഹത്തിന്റെ എല്ലാ ഭാഗത്തിന്റെയും തറയും ഫ്ലോറിങ് മേൽക്കൂരയും റൂഫ് ഒരേ നിരപ്പിലാകാം. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്കാൾ താണ നിരപ്പിലോ തെക്ക് പടിഞ്ഞാറിനേക്കാൾ പൊങ്ങിയ നിരപ്പിലോ മറ്റു ഭാഗങ്ങളുടെ തറയോ മേൽക്കൂരയോ വരുന്നത് ദോഷകരമാണ്. ഓക്കെ, അപ്പം നമ്മുടെ 10 കഴിഞ്ഞു. 11ാമത്തെ നമുക്ക് നാളെ എടുക്കാം. അപ്പം 9:15 5 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും ഇനി ജനറൽ ഡൗട്ട്സ് ആണ്. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഒരു സംശയം. ഒരു സെക്കൻഡ് എനിക്ക് നോക്കി. പറയൂ സർ. ഇപ്പൊ നമ്മളെ കിണറിനെ ചുറ്റളവ് കണക്കാക്കുന്നത് ഒന്ന് പറഞ്ഞു തരൂ സർ. അതിന്റെ ചുറ്റളവിന് പ്രത്യേകം പറയുന്നുണ്ട്. കിണറിന്റെ ചുറ്റളവ് കാണുന്നത് എങ്ങനെയാണെന്നുള്ള പ്രത്യേക ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. കിണറിന്റെ ചുറ്റളവ് എപ്പോഴും വൃഷഭയോനിയിൽ വേണം. നല്ല വൃഷഭയോനിയും ഗജയോനിയാകാം. ഗജയോനിയിലും വൃഷഭയോനിയിലും കിണറിന്റെ ചുറ്റളവ്. പക്ഷെ വൃഷഭയോനിയാണ് ഏറ്റവും നല്ലത്. കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള വൃഷഭയോനിയാണ്. അത് എങ്ങനെയാണ് കാണുന്നത് പറയാം. പിന്നെ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് നിർത്താൻ പോവാണ്. ഈ അടുക്കള മറ്റേ ബെഡ്റൂമിനേക്കാളും വലുതാകാൻ പാടുണ്ടോ? അടുക്കള ബെഡ്റൂമിനേക്കാൾ അതാണോ ഉദ്ദേശിച്ചത്? അതെ. അതായത് ശരിക്കും ഞാൻ റെഫർ ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 വാസ്തു ഗ്രന്ഥങ്ങളാണ് റെഫർ ചെയ്യുന്നത്. അതായത് മനുഷ്യാലേന്ദ്രിയ, മയമതം, മാനസാര, ബൃഹസംഹിത. ഈ 4ലും അടുക്കള ചെറുതായിരിക്കണം അല്ലെങ്കിൽ ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ ചില വാസ്തു വിദഗ്ധരൊക്കെ അടുക്കള ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഏത് ബുക്കിലാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനൊരു ഇത് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല. കാരണം ധാരാളം വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പ്രാചീന ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ടായെന്ന് വരാം. കാരണം പ്രാചീന ഗ്രന്ഥങ്ങൾ തന്നെ എത്രയോ ഉണ്ട്. എല്ലാം കൂടെ ഒരാൾക്ക് റെഫർ ചെയ്യാക്കില്ല. ഞാനതിനെ കണ്ടിട്ടില്ല. ഞാൻ പക്ഷെ സാധാരണ ഇപ്പോൾ പൊതുവെ അങ്ങനെ പറച്ചിലുള്ളതുകൊണ്ട് കഴിയുന്നതും അടുക്കള ചെറുതായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ പൊതുവെ ഒരു ഈ വാസ്തു വിദഗ്ധരുടെ ഇടയിൽ തന്നെ അടുക്കള ബെഡ്റൂമിനേക്കാൾ വലുതാകാൻ പാടില്ല എന്നുള്ള ഒരു അങ്ങനെ പറയുന്നുണ്ട്. അത് എന്ത് അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അറിയില്ലെങ്കിലും അങ്ങനെ ചെറുതാകാൻ പാടില്ല എന്ന് പറയുന്നില്ലല്ലോ. ചെറുതാക്കുന്നത് മാത്രമല്ല, അടുക്കള ചെറുതായിരുന്നാൽ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് വളരെ സൗകര്യമാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സാധനം എടുക്കാനോ നടക്കുന്നത് വളരെ കുറയും. നടക്കേണ്ട ആ ഫിസിക്കൽ സ്ട്രെയിൻ അവർക്ക് കുറഞ്ഞു കിട്ടും ചെറിയ മുറിയാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ക്ലിയർ ആയല്ലോ? ചോദിച്ച ആരാണ്? ബിജു. ശരിയായി, ക്ലിയർ ആയി. ഓക്കെ, മറ്റേതെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. വെൽക്കം.